Okay. Hello, കുട്ടികളെ നമസ്കാരം. വെൽക്കം ടു അവർ മാത്സ് ക്ലാസ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ്? ഇത് ഫസ്റ്റ് ചാപ്റ്ററാണ്, സെറ്റ്സ് അല്ലേ? ഫസ്റ്റ് ചാപ്റ്ററിലെ +1 സെറ്റ്സിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്. അപ്പോൾ വി വർ ഡിസ്കസിങ് ദിസ്. എപ്പോഴാണ് രണ്ട് സെറ്റ്സ് ഈക്വലാന്ന് പറയാം? അപ്പോൾ എപ്പോഴാണ് രണ്ട് സെറ്റ്സ് ഈക്വലാന്ന് പറയാം? ഇഫ് ദി കണ്ടെയ്ൻസ് എക്സാക്ട്ലി സെയിം എലമെൻറ്റ്സ്, സെയിം നമ്പർ ഓഫ് എലമെൻറ്റ്സിലെ സെയിം എലമെൻറ്റ്സ്. അപ്പം അത് നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, എയിലുള്ള എല്ലാവരും ബിയിലുണ്ടാവുക, അറ്റ് ദ സെയിം ടൈം ബിയിലുള്ള എല്ലാവരും എയിലുണ്ടാവുക. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് നമുക്ക് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാം, കുറച്ച് കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, റൈറ്റ്. ഇനി ഇതിൽ വേറൊരു ഡെഫിനിഷൻ കൂടെ ഉണ്ട്, അത് ഇതിൻ്റെ കൂടെ പഠിക്കുന്നത് നല്ലതാണ്. വാട്ട് വി കോൾ ഇക്വിവാലൻറ്റ് സെറ്റ്സ്. ഇക്വിവാലൻറ്റ് സെറ്റ്സ് അത് NCERT കാണില്ല, എന്തായാലും നമുക്ക് അതിൻ്റെ കൂടെ ഇത് പഠിക്കാം. വാട്ട് യു മീൻ ബൈ ഇക്വിവാലൻറ്റ് സെറ്റ്സ്? ഈക്വൽ സെറ്റ്സ് അല്ല, ഇക്വിവാലൻറ്റ് സെറ്റ്സ്. വി സേ ടു സെറ്റ്സ് ആർ ഈക്വിവാലൻറ്റ്. രണ്ട് ഫൈനൈറ്റ് സെറ്റ്സ് ഈക്വിവാലൻ്റ് ആണെന്ന് എപ്പോഴാണ് പറയുക? ആർ സെറ്റ് ടു ബി ഈക്വിവാലൻറ്റ് ഇഫ് രണ്ടിൻ്റെയും നമ്പർ ഓഫ് എലിമെൻറ്റ്സ് സെയിം ആയ, രണ്ട് എലിമെൻറ്റ്സിൻ്റെയും രണ്ട് സെറ്റ്സിലെയും എലിമെൻറ്റ്സ് സെയിം, നമ്പർ ഓഫ് എലിമെൻറ്റ്സ് സെയിം ആയ. ഇഫ് n of A is equal to n of B. Two finite sets A and B are said to be equivalent if n of A is equal to n of B. അതായത് ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ A equals A, E, I, O, U ഇങ്ങനെ സെറ്റ് ഉണ്ട് വെച്ചോളൂ. സപ്പോസ് A equals A, E, I, O, U, A, E, I, O, U, set of all letters of English alphabet, set of all vowels of English alphabet, and B is equal to say 1, 2, 3, 4, 5. അപ്പോൾ ഇതിൽ എയിലും ബിയും ഈക്വൽ അല്ല, പക്ഷേ ദേ ആർ ഇക്വിവാലൻറ്റ് സെറ്റ്സ്. ഓക്കെ, ഇക്വിവാലൻറ്റ് സെറ്റ്സ്. അപ്പോൾ അത് ഒന്ന് നോട്ട് ചെയ്ത് പോയാൽ മതി. ഇക്വിവാലൻറ്റ് സെറ്റ്സ് ആർ സെറ്റ്സ് ഹാവിങ് നമ്പർ ഓഫ് എലിമെൻറ്റ്സ് സെയിം. ഓക്കെ, നമ്പർ ഓഫ് എലിമെൻറ്റ്സ് സെയിം. ഓക്കെ, നെക്സ്റ്റ് വിൽ ഡിസ്കസ് ഈ എക്സസൈസിലോ ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം, നമുക്ക് വേഗം ഡിസ്കസ് ചെയ്യാം അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മേക്ക് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ബൈ ഫില്ലിംഗ് ദ സിമ്പിൾ സബ്സെറ്റ് ഓർ സൂപ്പർ. വാട്ട് യു മീൻ ബൈ സബ്സെറ്റ്? സബ്സെറ്റിൻ്റെ ഡെഫിനിഷൻ ആദ്യം പറയാം. എന്താണ് സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ? വി സേ എ ഈസ് സബ്സെറ്റ് ഓഫ് ബി. എ ഈസ് സബ്സെറ്റ് ഓഫ് ബി. യു കോൾ ഇറ്റ് ആസ് എ ഈസ് സബ്സെറ്റ് ഓഫ് ബി. ഇതാണ് നൊട്ടേഷൻ. എ ബിയുടെ ഉള്ളിലാണ്. എപ്പോഴാണ് എ ബിയുടെ ഉള്ളിലാവുക? ഇഫ് എവറി എലമെൻറ്റ്, എയിലുള്ള എല്ലാ എലമെൻറ്റും ബിയിലും കൂടിയുള്ള എലമെൻ്റ് ആണെങ്കിൽ വി സേ എ ഈസ് സബ്സെറ്റ് ഓഫ് ബി. അപ്പം ഇഫ് എവറി എലമെൻറ്റ് ഓഫ് എ ഈസ് ഓൾസോ an element of B. അപ്പം വി കോൾ ഇറ്റ് ആസ് എ സബ്സെറ്റ്. ചിലർ ഇങ്ങനെ പറയും, സബ്സെറ്റ് ഇങ്ങനെ പറയും. കാരണം ഈ സബ്സെറ്റിൽ എയും ബിയും ഈക്വൽ ആവുന്ന സന്ദർഭം കൂടി ഉൾപ്പെടും. മനസ്സിലാവുണ്ടോ? എയിലുള്ള എല്ലാവരും ബിയിലുള്ള എലിമെൻ്റ് ആവാം. ഇപ്പോൾ ഉദാഹരണത്തിന് നാച്ചുറൽ നമ്പേഴ്സ് ഹോൾ നമ്പേഴ്സിൻ്റെ സബ്സെറ്റാണ്. നാച്ചുറൽ നമ്പേഴ്സ് ഇൻറ്റിജേഴ്സിൻ്റെ സബ്സെറ്റാണ്. കാരണം എവറി നാച്ചുറൽ നമ്പർ ഇസ് എൻ ഇൻറ്റിജർ അല്ലേ? ഇപ്പോൾ 1, 2, 3, 4, 5, 1, 2, 3, 4, 5, 6. ഇപ്പോൾ 1, 2, 3, 4, 5 എന്നുള്ള സെറ്റ് 1, 2, 3, 4, 5, 6 ഉള്ള സെറ്റിൻ്റെ സബ്സെറ്റാണ്. അപ്പം ഈ സെറ്റിൻ്റെ ഉള്ളിലത്തെ എല്ലാവരും ആ സെറ്റിലുള്ള അംഗമാണെങ്കിൽ വി സേ സബ്സെറ്റ് ഓഫ്. അത്രയേ ഉള്ളൂ. ഇപ്പം സെറ്റ് ഓഫ് ഓൾ കാർസ് ഇൻ എ സിറ്റി, സെറ്റ് ഓഫ് ഓൾ മാരുതി കാർസ് ഇൻ എ സിറ്റി. അപ്പോൾ ഏതായിരിക്കും സബ്സെറ്റ്? സെറ്റ് ഓഫ് ഓൾ മാരുതി കാർസ്, സെറ്റ് ഓഫ് ഓൾ കാർസിന് സബ്സെറ്റ് ആയിരിക്കും. കാരണം എന്താ? എവറി കാർ നീഡ് നോട്ട് ബി എ മാരുതി കാർ, ബട്ട് എവറി മാരുതി കാർ ഇസ് എ കാർ. അപ്പോൾ എവറി എലിമെൻറ്റ് ഓഫ് എ ഇസ് എൻ എലിമെൻറ്റ് ഓഫ് ബി. ഇത് പലപ്പോഴും ലോജിക്കലായിട്ട് ചോദിക്കാറുണ്ട്. അപ്പം എ ഇസ് എ സെറ്റ് ഓഫ് ഓൾ റെക്റ്റാങ്കിൾസ്. ഇപ്പം ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. എ ഇസ് എ സെറ്റ് ഓഫ് ഓൾ റെക്റ്റാങ്കിൾസ് ഇൻ എ പ്ലെയിൻ. ബി ഇസ് എ സെറ്റ് ഓഫ് ഓൾ സ്ക്വയേഴ്സ് ഇൻ എ പ്ലെയിൻ. ആരാണ്, ഏത് സെറ്റാണ് മറ്റേ സെറ്റിൻ്റെ ഉള്ളിൽ? എ ഈസ് എ സെറ്റ് ഓഫ് ഓൾ റെക്റ്റാങ്കിൾസ് ഇൻ എ പ്ലെയിൻ. ബി ഈസ് എ സെറ്റ് ഓഫ് ഓൾ സ്ക്വയേഴ്സ് ഇൻ എ പ്ലെയിൻ. വിച്ച് സെറ്റ് വിൽ ബി സബ്സെറ്റ് ഓഫ് ദ അതർ സെറ്റ്? നിങ്ങൾക്കറിയാം, എവറി സ്ക്വയർ ഇസ് എ റെക്റ്റാങ്കിൾ അല്ലേ? എല്ലാ സ്ക്വയറും റെക്റ്റാങ്കിളാണ്. പക്ഷേ നോട്ട് ഓൾ റെക്റ്റാങ്കിൾസ് ആർ സ്ക്വയേഴ്സ്.
if you take a square, it is essentially a rectangle. But what you can say, if A is a set of all rectangles and B is a set of all squares, which set will be inside, which set will be subset? You can see that B is subset of A. Why? Every square you take, it will be automatically a rectangle. Okay, അപ്പോൾ അതൊരു കഥയാണ്. അങ്ങനെയാണ് ചോദിക്കുക. ഏതാണ് ഏതിൻ്റെ സബ്സെറ്റ് എന്ന് ചോദിക്കുക, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് proper subset. A is a subset of B if every element of A is also an element of B. Okay. Proper subset enda. Proper subset means, what is proper subset? Proper subset means, in the proper subset, if there is A is strictly inside B, we say A is proper subset. A is strictly inside B. Proper subset. എന്താ പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ? പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം നോക്കൂ, ഇതാണ് എ, ദിസ് ഇസ് ബി. അപ്പോൾ പ്രോപ്പർ സബ്സെറ്റ് മീൻസ് ദർ ഇസ് അറ്റ്ലീസ്റ്റ് വൺ എലിമെൻറ്റ് ഇൻ ബി വിച്ച് ഇസ് നോട്ട് ഇൻ എ. അതായത് സബ്സെറ്റിൽ ദർ ഇസ് എ പോസിബിലിറ്റി ദാറ്റ് എ ക്യാൻ ഗോ അപ് ടു ബി. എക്ക് ബി വരെ പോകാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. ഇറ്റ് കനോട്ട് എക്സീഡ് ബി. അപ്പോൾ എ ക്യാൻ ഗോ അപ് ടു ബി. എ ക്യാൻ ഗോ അപ് ടു ബി, റൈറ്റ്? അപ്പോൾ ഇവിടെ if A cannot go up to B, we say it is a proper subset. But natural numbers is a proper subset of whole numbers. Whole numbers is proper subset of integers. Why? You can have an integer which is not a whole number. അല്ലേ? അപ്പോൾ അതുകൊണ്ട് proper subset എന്ന് പറഞ്ഞാൽ ഇതാണ്. If there is at least one, A will be subset of B and A is not equal to B. അങ്ങനെ പറയാം. Proper subset definition ആണ്, if A is subset of B and A is not equal to B. Or you can say like this, there is at least one element in B which is not in A. Right? Proper subset. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, every non-empty set has two trivial subsets. One is null set and other is the set itself. എപ്പോഴും ഓർക്കുക. For every set, you can have a null set as a subset, because null set can be taken as subset of every set. Even subset of a null set is also a null set. Every non-empty set has two trivial subsets. They are null set and the set itself. And for a null set, you can have only one subset, which is null set. Right? What is the difference between real number and a complex number? Real number is that numbers which lies on a number line. Complex numbers lies on a plane. There are a lot of differences, but one difference is this: complex number contains imaginary part also. It is a case when you get negative inside the square root, it will not be a real number, so that it becomes a complex number. And then complex number like that, right? Okay. Right. Now we'll start. 2, 3, 4. Make the correct statements by filling the symbol subset, or if this is what we call not a subset. We call this as subset, we call this as not a subset in the blank spaces. 2, 3, 4, 1, 2, 3, 4. You see 2, 3, 4 is already inside this. Every element here is an element of this. So you can say 2, 3, 4 is subset of 1, 2, 3, 4, 5, right? Then A, B, C. B, C, D. You cannot say anything. B and C are there, but D is outside. Therefore, A is also outside. Therefore, you cannot say nothing. It's not a subset. Right. Then X is a student of class 11 of your school. X is a student of your school. Look, X is a student of your school. Therefore, set of all students in the school. Now, what is this? Set of all students in class 12 of the school. Therefore, class 12 students will comprise the subset of the whole school. Right? But this is subset. Is that clear? Right. X is a circle in the plane. X is a circle in the same plane with radius 1. See, circle in a plane. You can have, how many circles you can draw? In a plane you can draw how many circles? ഇഷ്ടംപോലെ circles വരയ്ക്കാം. ഇങ്ങനെ circle വരയ്ക്കാം, ഇങ്ങനെ circle വരയ്ക്കാം, ഇങ്ങനെ circle വരയ്ക്കാം. You can have lot of circles of that set.
Set of all, X is a circle in a plane. X is a circle in the plane with radius 1 unit. Radius 1 unit. If you have circle with radius, see, X is a circle in a plane. X is a circle in a plane means it can be any circle of any radius, right? Therefore, whenever you take a circle with radius 1, it will belong to that set, because this set contains ഈ സെറ്റിൽ എന്തൊക്കെ ഉണ്ടാവും 1 radius ഉള്ള സർക്കിൾ ഉണ്ടാവാം, 2 radius ഉള്ള സർക്കിൾ ഉണ്ടാവാം, 1.5 radius ഉള്ള സർക്കിൾ ഉണ്ടാവാം, 2.5 radius ഉള്ള സർക്കിൾ ഉണ്ടാവാം. It can contain enough number of circles with different radius. ഇതോ X is a circle with specific radius. ഒറ്റ റേഡിയസേ ഉള്ളൂ കേട്ടോ. റേഡിയസ് 1 യൂണിറ്റ് ആയിട്ടുള്ള ഒറ്റ സർക്കിൾ ഇല്ല. അപ്പോൾ ഇതെന്തായിരിക്കും? It is not subset. It is not a subset. ഇത് big circle ആയിരിക്കും. X is a circle in a plane. X is a circle in the same plane with radius 1. അപ്പോൾ this will be X. This not a subset ആണ്. Not a subset ആണ്. Right? പിന്നെ X is a triangle in a plane. X is a rectangle in the plane. Right? Triangle in a plane, rectangle in a plane. There is no connection. Therefore, it is not a subset. And X is an equilateral triangle in a plane. X is a triangle in the same plane. Right? X is an equilateral triangle. Set of all equilateral triangles, set of all triangles. Every equilateral triangle is a triangle. You can see in this case, every circle is a circle with same radius. Every circle in a plane is a circle with radius 1. Every circle in the തിരിച്ചു പറയാം. നോക്കൂ, ഇത് തിരിച്ചു പറയാം. ഈ സാധനം actually superset ആണ്. കാരണം whenever you take a circle with radius 1 unit, it is essentially a circle. അപ്പോൾ ഇതിൻ്റെ സബ്സെറ്റ് ആണ്. ആക്ച്വലി ഇതിൻ്റെ സൂപ്പർ സെറ്റ് ആണ്. ഇതൊന്നും പറയാൻ പറ്റില്ല. X is an equilateral triangle in a plane. X is a triangle in the same plane. You can say every equilateral triangle is a triangle, but not all triangles are equilateral triangle. Therefore, every equilateral triangle is a triangle. Therefore, it is a subset. Right? Set of all stars, is it finite or non-finite set? Set of all stars should be taken as finite. ഇനിയും കണ്ടെത്താൻ പറ്റാത്ത സ്റ്റാർസ് എന്നല്ലേ പറയും. ദുനിയാവിലുള്ള അതൊക്കെ ambiguous ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. പക്ഷേ സ്റ്റിൽ യു ക്യാൻ സേ ഇറ്റ് ഇസ് ഫൈനൈറ്റ്. റൈറ്റ്. Equilateral triangle is a subset of same plane. X is an even natural number. X is an integer. Can you say every even natural number is an integer? Every even natural number integer അല്ലേ? അപ്പോൾ സബ്സെറ്റ് ആണ്. ഓക്കെ, ദാറ്റ്സ് ഓൾ. അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ഐഡിയാസ് ആണ് സബ്സെറ്റ് സൂപ്പർ സെറ്റ്. അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ കാര്യങ്ങൾ പറയാം. അങ്ങനെ സെറ്റ് ഓഫ് ഓൾ റെക്ടാങ്കിൾ, സെറ്റ് ഓഫ് ഓൾ സ്ക്വയർസ്. എവറി സ്ക്വയർ ഇസ് എ റെക്ടാങ്കിൾ. സെറ്റ് ഓഫ് ഓൾ കാർഡ്സ്, സെറ്റ് ഓഫ് ഓൾ മാരുതി കാർഡ്സ്. സെറ്റ് ഓഫ് ഓൾ മാരുതി കാർഡ്സ് ഇസ് എ സബ്സെറ്റ് ഓഫ് സെറ്റ് ഓഫ് ഓൾ cards. Set of all students who have got A+. Set of all students who have got set of all students who have got more than 500 marks. Set of all students who have got more than 600 marks. Which will be subset? ഒരു എക്സാം നടത്തിച്ചോളൂ. ഒരു എക്സാം നടത്തി. Set of all students who have got 50 മാർക്ക്. Set of all students who have got more than 40 marks. Set of all students who have got more than 45 marks. A is a set of all students who got more than 40 marks. B is a set of all students who got more than 45 marks. Which will be smaller set? 45 മാർക്കിൽ കൂടുതൽ കുട്ടികൾ ചെറുതായിരിക്കില്ലേ? അപ്പോൾ whenever a student have got more than 45 marks, essentially he might have got 40 marks. Therefore, what you can say? B will be subset of A. Right? That means every person who have got more than 45 marks will have got 40 marks. So you can have a person here which is more than 40 marks but not greater than 40 marks, 45 marks. അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കും, which is a subset of which set. Okay, right. അപ്പോൾ സബ്സെറ്റ് സൂപ്പർ സെറ്റ് ക്ലിയർ ആയി. Examine whether the following statements are true or false. AB subset of BCA. ഇത് false ആണ്. കാരണം എന്താ? AB ഇവിടെ AB ഉണ്ട് കേട്ടോ. ഇതിലത്തെ എല്ലാവരും ഇതിലുണ്ട്. അതുകൊണ്ട് false ആണ്. AE subset of X is a vowel in the English alphabet. You know this set. What is the roster form of this set? It is A, E, I, O, U. This is the roster form of that set, right? English alphabet. But A is there, A is there. E is there, E is there. Therefore, AE is a subset of this. Therefore, this is true. 1, 2, 3 subset of 1, 3, 5 അല്ല, എന്തായാലും അല്ല, കാരണം 5 is outside.
Therefore, this is false. Set A, subset of ABC. Set A is subset of ABC. Right, false, true one. കാരണം A belongs to A. Set A belongs to ABC. This is a very important idea. Set A belongs to ABC. Is it true or false? First one true alle. First one true ano. AB not a subset alle. Sorry, not a subset. Not a subset. But true ano. Thank you, Mani. Not a subset. Subset alle. AB subset alla. Not a subset. True ano. Set A belongs to ABC. This is true ano. Set A belongs to ABC. True ano. Thank you. Nikhil Rajan. Thank you. Next. Set of all x's and x is an even natural number less than 6. This is one minute. This is a question. Set A subset of ABC. Set A belongs to ABC. This is false. This is false. You can only say like this. A belongs to ABC. A belongs to ABC. This is true. Set A belongs to ABC. Set A subset of ABC. X is an even natural number less than 6. X is an even natural number less than 6 means what is that set? Is set in the even natural number less than 6. Even avanam. 4 avam, 2 avam. This is a set. 2 4. 2 4 മാത്രമേ ഉണ്ടാവുള്ളൂ. This is a set. Now, x is a natural number. What is x's natural number? 1, 2, 3, 4, 5, etc. Every element here is an element of this. Yes, true one. First one true one, second one true one, third one false one, നാലാമത്തെ true one, അഞ്ചാമത്തെ false one, ആറാമത്തെ true one. ഞാൻ ഇതിലൊരു example പറയാം, ഒരു നല്ല example. Please tell me this answer for this. Suppose A is equal to set A, set BC, set BC numbers set 1, set 2, 3, set 4, set 5, 6, 7. ഒന്നാമത്തെ ചോദ്യമാണ്, how many elements are in A? എത്ര elements in A? As far as this A is concerned, you have how many objects, defined objects? 1, 2. This is taken as one object. 1, 2, 3, 4. എത്ര elements ഉണ്ട്? There are 4 elements. This is point number 1. Sixth question. X is an even natural number less than 6. Even natural number less than 6. 6-നേക്കാൾ താഴെയുള്ള numbers. ഏതൊക്കെയാ? Natural number അല്ലേ? 6-നേക്കാൾ താഴെയുള്ള number ഏതാ? 4 ആവാം, 2 ആവാം. അല്ലേ? 4 ആവാം, 2 ആവാം. ഈവൻ നാച്ചുറൽ നമ്പർ അല്ലേ? ഈവൻ നമ്പേഴ്സ് ഏതൊക്കെയാ? 2, 4, 6, 8 എക്സെട്ര. അപ്പോൾ 2, 4 മാത്രമല്ലേ ഉള്ളൂ? First question false alle. A, B is not a subset of B, B, C, A. Dodo A, B subset alle B, C, A. But not a subset varana true alle. Natural number which divides 36. Natural number which divides 36. Illillo illa. Oh, vidinde alle. Okay. 36 allo. This is a natural number which divides 36. Okay, ഞാൻ കണ്ടില്ല കേട്ടോ. Which number 36. Okay, sorry. ഞാൻ ഇത് വായിച്ചില്ല. X is an even natural number less than 6. അപ്പോൾ ഈ even natural number less than 6 ആണെങ്കിൽ ഇതേ ഉണ്ടാവുള്ളൂ. 2ഉം 4ഉം. Okay. ഇവിടെ x is a natural number which divides 36. Okay, which divides 36. Which divides 36 36നെ divide ചെയ്യുന്ന. Which divides 36. What are the numbers? It is given that AB is not a subset. AB is not a subset. AB is a subset, but it is not a subset. But this is true.
False അല്ല. It is given that AB is not a subset. അപ്പോൾ if AB is not a subset, this is true. First question true ആണ്. AB is actually എന്താ നോക്കൂ, actually എന്താ first question, AB is actually subset of BCA. ഇതാണ് true. ഇത് true ആണ്. ഇത് ട്രൂ ആണ്. അപ്പം എ ബി ഈസ് സബ്സെറ്റ്. അപ്പം എ ബി ഈസ് നോട്ട് എ സബ്സെറ്റ് പറയുമ്പം നോട്ട് എ സബ്സെറ്റാണ് അല്ലേ. നോട്ട് എ സബ്സെറ്റ് ആകുമ്പോൾ ഫാൾസാണ്. ശരി, അത് ഫാൾസാണ്. ഓക്കെ ശരിയാ, ഫാൾസാണ്. തെറ്റിപ്പോയി, സോറി തെറ്റിപ്പോയി. എ ബി നോട്ട് എ സബ്സെറ്റ്, ഫാൾസാണ്. റൈറ്റ്. നെക്സ്റ്റ് ഈ ക്വസ്റ്റ്യൻ നോക്കൂ. എക്സ് ഇസ് ഈവൻ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6. എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ വിച്ച് ഡിവൈഡ്സ് 36. എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ വിച്ച് ഡിവൈഡ്സ് 36. വാട്ട് ഇസ് ദ സെറ്റ്? ശരിയാവണേ? ശരിയാണ്. ഫാൾസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് സിക്സ്ത് വൺ എന്താ? എക്സ് ഇസ് എൻ ഈവൻ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6. എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ വിച്ച് ഡിവൈഡ്സ് 36. 36 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 36 ഡിവൈഡ് ചെയ്യാൻ എന്തെങ്കിലും പറ്റുന്ന നമ്പർ ഏതൊക്കെയാണ്? 2 പറ്റും, 1 പറ്റും അല്ലേ? 1 പറ്റില്ലേ? 1 പറ്റും. നാച്ചുറൽ നമ്പർ വിച്ച് ഡിവൈഡ് 36 1 പറ്റും. 1 പറ്റും, 2 പറ്റും, 3 പറ്റും, 4 പറ്റും, 5 പറ്റില്ല, 6 പറ്റും, 7, 8, 9 പറ്റും, പിന്നെ 10 പറ്റില്ല, 11 പറ്റില്ല, 13 പറ്റുമോ? 13 പറ്റില്ല, പിന്നെ 14 പറ്റില്ല, 15 പറ്റില്ല, 16 പറ്റില്ല, 17 പറ്റില്ല, 18 പറ്റും അല്ലേ? 18 പറ്റും, 19 പറ്റില്ല, 20, 21 ബാക്കിയൊന്നും പറ്റില്ല അല്ലേ? ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ശരിയാണ്. 2, 4 അതിലുണ്ടല്ലോ. ഈ 2, 4 അതിലുണ്ട്. അത് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇത് ട്രൂ ആണ്. ദിസ് ഇസ് ട്രൂ. റെഡിയാണ്. ഞാൻ ചോദിക്കുന്ന ചോദ്യം 8 പറ്റും അല്ലേ? 8 ഉണ്ട്. 8 ഇല്ലല്ലോ. 36 8 പോവില്ലല്ലോ. പോവില്ല. ഓക്കെ, റൈറ്റ്. ഇനി A equals, ഞാൻ ഈ ക്വസ്റ്റ്യൻ നോക്കും. ജസ്റ്റ് ഈ ക്വസ്റ്റ്യൻ ട്രൈ. ഇറ്റ്സ് വെരി ഗുഡ് ക്വസ്റ്റ്യൻ. A equals set 1, set 2, 3, 4, set 5, 6, 7. Suppose you have a set like that. ഇതിൽ എത്ര എലിമെൻറ്റ്സ് ഉണ്ട് മക്കളെ? 1, 2, 3, 4. ജസ്റ്റ് 4 എലിമെൻറ്റ്സ് അല്ലേ? എന്തുകൊണ്ട് 4 എലിമെൻറ്റ്സ് പറയുന്നത്? ജസ്റ്റ് ഇതിൽ 3 എലിമെൻറ്റ്സ് ഉണ്ട്. പക്ഷേ യു ഹാവ് ടു റിഗാർഡ് ദിസ് ആസ് 1 എലിമെൻറ്റ്. ഈ ഇതിൽ ഒരു ഒബ്ജക്റ്റാണ്. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഇതാണ്, ഇതൊരു വേറെ ഒബ്ജക്റ്റാണ്, ഇത് ഒബ്ജക്റ്റാണ്, ഇത് ഒബ്ജക്റ്റ്. അപ്പോൾ ആകെ 4 ഒബ്ജക്ട്സ് ഉണ്ട്. ഓക്കെ, 4 എലിമെൻറ്റ്സ്. നമ്പർ 2, can you say set 1 subset of A? Is it true or false? ഒന്ന് പറയൂ. Number 3, can you say 4 belongs to A? Is it true or false? Can you say set 4 subset of A? Can you say set 1? Can you say set 1 belongs to A? First one is set 1 subset of A. It is false. Very good. 4 belongs to A. It is true. Set 4 subset of A. This is 4 belongs to A. Set 4 subset of A. True ആണ്. True ആണ്. അപ്പം ഞാൻ ഒന്നുകൂടി പറയാം. ഇത് set 1 subset of A false ആണ്. Actually set 1 is an element of A. ഇത് ശരിയാണ്. ഇത് ട്രൂ ആണ്. ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരും കേട്ടോ ബോർഡിന്. പിന്നെ 4 belongs to A. ഇത് ട്രൂ ആണ്. set 4 subset of A. ഇതും ട്രൂ ആണ്. Right? Can you say 5 belongs to A? No. 6 belongs to A? No. Set 5, 6, 7 belongs to A? Yes. Okay, that's it. Now, go to this question. അതാണ് ഈ ചോദ്യത്തിലെ മൊത്തം. So, A equals 1, 2, set 3, 4, 5. Which of the following statements are incorrect and why? 3, 4 subset of A. ഇത് incorrect ആണ്. First one false ആണ്. Why? What is the reason? Actually, set 3, 4 is an element of A. This is the reason. Set 3, 4 is an element of A, not subset. Number 2,
സെറ്റ് 3, 4 ബിലോങ്സ് ടു എ. അത് ശരിയാണ്, ട്രൂ ആണ്. ട്രൂവിന് റീസൺ പറയണ്ട, ഫാൾസിന് റീസൺ പറയണം. നമ്പർ 3, set of set 3, 4 subset of A. Is it true? Set of set 3, 4. Set 3, 4 subset of A. Set of set 3, 4 will subset of A. The true one. Set of set 3, 4. Right? Subset of A. 1 belongs to A. Look, 1 belongs to A. Number 4. 1 belongs to A. True one. Number 5. 1 verum 1. നോക്കൂ, വെറും 1 ഒരിക്കലും സബ്സെറ്റ് ഓഫ് എ ആവില്ല. സെറ്റ് 1 സബ്സെറ്റ് ഓഫ് എ ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത് തെറ്റാണ്. ഇത് 5 ഫാൾസ് ആണ്. ഇനി 6, സെറ്റ് 1, 2, 5 സബ്സെറ്റ് ഓഫ് എ. നോക്കൂ, സെറ്റ് 1, 2, 5 കേട്ടോ. 1 സാധാ, 2 സാധാ, 5 സാധാ. അപ്പോൾ സെറ്റ് 1, 2, 5 സബ്സെറ്റ് ഓഫ് എ ട്രൂ ആണ്. ട്രൂ ആണ്. 1, 2, 5 ബിലോങ്സ് ടു എ. 1, 2, 5 set 1, 2, 5 belongs to A. അത് false ആണ്. set 1, 2, 5 belongs to A false ആണ്. എന്തുകൊണ്ടാണ് ശരിക്കും set 1, 2, 5 പറയുന്നത്? ആക്ച്വലി എന്താ, set 1, 2, 5 സബ്സെറ്റ് ഓഫ് എ ആണ്. അപ്പോൾ false ആണ്. അപ്പോൾ നമുക്ക് നമ്പർ 5 എന്തായിരുന്നു? 1 belongs to A, 1 സബ്സെറ്റ് ഓഫ് എ, false ആണ്. അതിൻ്റെ റീസൺ എന്താ? ശരിക്കും set 1 will be, set 1 ആണ് സബ്സെറ്റ് ഓഫ് എ. ഓക്കെ. ഇനി 7ാമത്തെ ഫാൾസിൻ്റെ റീസൺ പറഞ്ഞാൽ മതി. 7ാമത്തെ എന്താ മക്കളെ? 1, 2, 5 belongs to A. അത് തെറ്റാണ്. ശരിക്കും എന്താ? 1, 2, 5 എന്നുള്ള സെറ്റാണ് സബ്സെറ്റ് ഓഫ് എ വരിക, അല്ലേ? 1, 2, 5 1, 2, 5 belongs to A പറയാൻ പാടില്ല. സെറ്റ് 1, 2, 5 സബ്സെറ്റ് ഓഫ് എ. ഓക്കെ. ദെൻ സെറ്റ് 1, 2, 3 സബ്സെറ്റ് ഓഫ് സെറ്റ് 1, 2, 3. നോക്കൂ, ഇത് പറയാൻ പാടില്ല. ഇത് ഒറ്റ ഒബ്ജക്റ്റാണ്. അപ്പോൾ സെറ്റ് 1, 2, 3 പറയാൻ പാടില്ല. സെറ്റ് 1, 2 പറയാം. സെറ്റ് 1, 2, 3 പറയാൻ പാടില്ല. അപ്പോൾ നമ്പർ 6, നമ്പർ 8 ഇത് ഫാൾസ് ആണ്. അപ്പോൾ 1, 2, 3 എന്നോട് പറയാൻ പറ്റുന്നത്? യു കനോട്ട് സെപ്പറേറ്റ് ദിസ് 3 ഫ്രം ദാറ്റ് 3, 4. 3, 4 is just one object as far as the set is concerned. അപ്പോൾ എന്താ റീസൺ? ഇത് ഫാൾസ് ആണ്. ബിക്കോസ് സെറ്റ് 3, 4 is one object as far as set A is concerned. ഇങ്ങനെ എഴുതണമെന്നൊന്നുമില്ല, ഞാൻ പിന്നെ പറയണമെന്ന് മാത്രം. കാരണം സെറ്റ് 3, 4 ഒറ്റ ഒബ്ജക്റ്റാണ്. അപ്പോൾ അതിന് 3 മാത്രമായിട്ട് പുറത്തേക്ക് എടുക്കാൻ പാടില്ല. പിന്നെ നൾ സെറ്റ് ബിലോങ്സ് ടു എ. അത് തെറ്റാണ്. എന്താണ്? നമ്പർ 9 നൾ സെറ്റ് ബിലോങ്സ് ടു എ തെറ്റാണ്. ശരിക്കും നൾ സെറ്റ് പറഞ്ഞാൽ സെറ്റാണ്. നൾ സെറ്റ് ബിലോങ്സ് ടു എ പറയാൻ പാടില്ല. നൾ സെറ്റ് സബ്സെറ്റ് ഓഫ് എ ആണ്. Every set has got null set as a proper subset. 9ാമത്തെ false ആണ്. 10ാമത്തെ null set subset of A ശരിയാണ്. പിന്നെയോ set null set subset of A തെറ്റാണ്. set null set subset of A തെറ്റാണ്. കാരണം വെറും null set ആണ് subset of A. You cannot say set null set subset of A. You cannot say, because 10 is true and 11 is set null set subset of A. True alla, false ആണ്. Set null set പറഞ്ഞാൽ actually set null set അല്ല കേട്ടോ. Set null set is a singleton set, a set containing an element which is itself a null set ആണ്. അപ്പോൾ set null set is not a null set. അപ്പോൾ ഇത് തെറ്റാണ്. സിമ്പിളാണ്, നമുക്ക് ചെയ്യാവുന്നതാണ്. റൈറ്റ് ഡൗൺ ഓൾ ദ സബ്സെറ്റ്സ് ഓഫ് ദ ഫോളോയിങ് സെറ്റ്സ്. ഓക്കെ. സെറ്റ് എ. അപ്പോൾ വാട്ട് ഡു യു മീൻ ബൈ എ സബ്സെറ്റ്? ഒരു സെറ്റ് എടുത്താൽ അതിൽ നിന്ന് വരാവുന്ന എല്ലാ സബ്സെറ്റും എടുക്കാം. ഒരുപാട് സബ്സെറ്റ്സ് എടുക്കാൻ പറ്റും. സെറ്റ് ഓഫ് ഓൾ സബ്സെറ്റ്സ്. ഇപ്പം ഒരു കാര്യം ഓർക്കുക, എല്ലാ സെറ്റിനും 2 ട്രിവിയൽ സബ്സെറ്റ്സ് ഉണ്ട്. വി കോൾ ഇറ്റ് ട്രിവിയൽ സബ്സെറ്റ്സ്. ഏതൊക്കെയാണ്? ഒന്ന് നൾ സെറ്റ് തന്നെ, പിന്നെയോ ആ സെറ്റ് തന്നെ. നൾ സെറ്റിന് ഒറ്റ സബ്സെറ്റ് ആയിട്ടാവുള്ളൂ, നൾ സെറ്റ് മാത്രം. അപ്പോൾ ഇവിടെ എ ഒരു സെറ്റ് ആണെങ്കിൽ വാട്ട് ആർ ദ സബ്സെറ്റ്സ്? സബ്സെറ്റ്സ് ആർ, വാട്ട് ആർ ദ സബ്സെറ്റ്സ്? നൾ സെറ്റ് എന്തായാലും സബ്സെറ്റാണ്. പിന്നെയോ ആ സെറ്റ് തന്നെ നൾ സബ്സെറ്റാണ്. അപ്പോൾ വാട്ട് ആർ ദ സബ്സെറ്റ്സ്? നൾ സെറ്റ് ആൻഡ് സെറ്റ് എ ആർ സബ്സെറ്റ്സ്. ഓക്കെ. പിന്നെയോ നമ്പർ 2, ദിസ് ഇസ് നമ്പർ 1. നമ്പർ 2 നോക്കാം.
Number 2. AB. AB. What are the subsets? ആദ്യം തന്നെ നിങ്ങൾ ട്രിവിയൽ സബ്സെറ്റ്സ് എഴുതാം. ഏതൊക്കെയാണ്? നൾ സെറ്റ് ഒരു സബ്സെറ്റാണ്. നൾ സെറ്റ് ഇങ്ങനെ എഴുതാം. നൾ സെറ്റ് ഇങ്ങനെ എഴുതാം. നോക്കൂ, നൾ സെറ്റ് നമുക്ക് ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം കേട്ടോ. ഇങ്ങനെ എഴുതാം, ഇങ്ങനെ എഴുതാം. ഒരിക്കലും ഇങ്ങനെ എഴുതരുത്. ഇത് നൾ സെറ്റ് അല്ല. ദിസ് ഈസ് നോട്ട് എ നൾ സെറ്റ്. This is a set containing an element which is a null set. But don't write like this. Either you write like this or like this. ഒന്നുകിൽ ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം. ഓക്കെ, രണ്ടിലേതെങ്കിലും ഒന്ന്. രണ്ടും ശരിയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതാം. സബ്സെറ്റ്സ് ആ നൾ സെറ്റ് ഉണ്ട്, പിന്നെ അതേ സെറ്റ് തന്നെ. അത് ആദ്യം എഴുതാം. ഇതെന്തായാലും ഉണ്ട്, ട്രിവിയൽ സബ്സെറ്റ്സ് ആണ്. പിന്നെയോ സെറ്റ് എ ഒരു സബ്സെറ്റാണ്. പിന്നെയോ സെറ്റ് ബിയും ഒരു സബ്സെറ്റാണ്. അപ്പോൾ ഇതാണ് subsets. Null set, set AB, set A, set B. Okay. 1, 2, 3 ആണെങ്കിലോ number 3. If it is 1, 2, 3, what are the subsets? എല്ലാവർക്കും അറിയാം അതൊക്കെ പഠിച്ചിട്ടുണ്ടാവും. സബ്സെറ്റ്സ് ഒരു നൾ സെറ്റ് ആദ്യത്തിന് എഴുതുക, പിന്നെ അതേ സെറ്റ് എഴുതുക. വിത്ത് ദി ട്രിവിയൽ സബ്സെറ്റ്സ്. വി കോൾ ദിസ് ആസ് ട്രിവിയൽ സബ്സെറ്റ്സ്. പിന്നെ സെറ്റ് 1 ഉണ്ടാവും, പിന്നെ സെറ്റ് 2 ഉണ്ടാവും, പിന്നെ സെറ്റ് 3 ഉണ്ടാവും, പിന്നെ സെറ്റ് 1, 2 ഉണ്ടാവും, പിന്നെ സെറ്റ് 2, 3 ഉണ്ടാവും, പിന്നെ സെറ്റ് 1, 3 ഉണ്ടാവും, പിന്നെ കഴിഞ്ഞു അല്ലേ? 1, 2, 3, 4, 5, 6, 7, 8 കഴിഞ്ഞു. These are the total subsets. 1, 2, 3. Null set. Number 4. Null set. Null set ആവുമ്പം you can have only one subset as null set. എത്ര സബ്സെറ്റ്സ് ഉണ്ടാവും? null set containing nothing അല്ലേ? nothing, ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്തൊക്കെയാണ് സബ്സെറ്റ്സ്? സബ്സെറ്റ്സ് ഏതൊക്കെയാ? null set മാത്രം. ശ്രദ്ധിക്കണേ, null setൻ്റെ സബ്സെറ്റ് null set മാത്രം. Right? There is only one subset for a null set, which is null set itself. Okay? 5 മാത്രം. We call it 5. അപ്പോൾ these are all the things we understood. ഇതിൽ നിന്ന് വേറൊരു ഐഡിയ കിട്ടും. എന്താ അറിയോ? If this set contains only one element, total number of subsets is, you can take as 2 raised to 1. In this, if A contains 2 elements, total number of subsets you can take as 1, 2, 3, 4, or you can say 2 raised to 2 subsets. If this contains 3 elements, total number of subsets you can take is 1, 2, 3, 4, 5, 6, 7, 8. It is 2 raised to 3. If it contains nothing, that is 0 elements, number of subsets you can take is 2 raised to 0 is equal to 1. Therefore, you catch hold of that pattern. If a set contains 4 elements, total number of subsets you can take will be 2 raised to 4. 5 elements, 2 raised to 5. 6 elements, 2 raised to 6. N elements, 2 raised to n. If a set contains n elements, total number of subsets you can extract from that set is 2 raised to n subsets. ഇതിനൊരു ലോജിക്കൽ പ്രൂഫ് ഉണ്ട്. അത് നമ്മൾ ബൈനോമിയൽ തിയറം എന്നുള്ള ചാപ്റ്റർ പഠിക്കുമ്പോൾ പഠിക്കാം. ഓക്കെ, 2 പവർ n, ടോട്ടൽ നമ്പർ ഓഫ് സബ്സെറ്റ്സ്. അപ്പോൾ അതാണ് നമ്മൾ പവർ സെറ്റ് എന്നുള്ളൊരു ഡെഫിനിഷനായിട്ട് മാറ്റുന്നത്. അപ്പോൾ വാട്ട് ഈസ് പവർ സെറ്റ് ഓഫ് എ സെറ്റ്? പവർ സെറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എന്താ പവർ സെറ്റ് എന്ന് പറഞ്ഞാൽ? വാട്ട് യു മീൻ ബൈ പവർ സെറ്റ്? പവർ സെറ്റ് മീൻസ്, വാട്ട് ഈസ് പവർ സെറ്റ്? ഇറ്റ് ഈസ് ദ സെറ്റ് ഓഫ് ഓൾ, ശ്രദ്ധിക്കണേ, set of all subsets of a given set. Set of all subsets of a given set. അപ്പോൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഇപ്പോൾ എ, ഇതിൻ്റെ പവർ സെറ്റ് എന്താ? വാട്ട് ഇസ് ദ പവർ സെറ്റ് ഓഫ് എ? വാട്ട് ഇസ് ദ പവർ സെറ്റ് ഓഫ് ദ സെറ്റ് എ? ഇറ്റ് ഈസ് സെറ്റ് ഓഫ് ഓൾ സബ്സെറ്റ്സ്. അപ്പോൾ ഇതിൻ്റെ പവർ സെറ്റ് എന്തായിരിക്കും മക്കളെ? വാട്ട് ഇസ് ഇതിൻ്റെ പവർ സെറ്റ് എന്തായിരിക്കും? ഇതിനെ സെറ്റാക്കി എഴുതാം. അപ്പോൾ ഇതിനെ സെറ്റാക്കി എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? സെറ്റ് null set, set A. You must understand the difference between just subsets and set of all subsets. ഇവിടെ നോക്കൂ, ഇവിടെ ചോദിച്ചത് എന്താ? വാട്ട് ആർ ദ സബ്സെറ്റ്സ്? അപ്പോൾ വാട്ട് ഈസ് പവർ സെറ്റ് എന്നാണ് വേണ്ടത്? ഇവിടെ നിങ്ങൾ ഇങ്ങനെ എഴുതണം. ഇറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടൻ്റ് ഐഡിയ. യു ഹാവ് ടു പുട്ട് ലൈക്ക് ദിസ്, സെറ്റ് ഓഫ് ഓൾ സബ്സെറ്റ്സ്. ഓക്കെ, അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ വെറും സബ്സെറ്റ്സേ പറയുള്ളൂ. അപ്പോൾ അതേ ചോദ്യം, വാട്ട് ഇസ് ദ പവർ സെറ്റ് ഓഫ് സെറ്റ് എ? സെറ്റ് null set, set A. അപ്പോൾ വാട്ട് ഇസ് ദ പവർ സെറ്റ് ഓഫ് എ ബി?
What is the power set of AB? എന്തായിരിക്കും കണ്ടോ AB. What is the power set of AB? ഇതല്ലേ. അപ്പോൾ what is the power set of AB? അതേ സാധനം null set എഴുതാം. Null set, set of null set, set AB, set A, set B, etc. അപ്പോൾ there is a difference between these two. ഇവിടെ നിങ്ങൾ സെറ്റ് എഴുതുന്നില്ല, ഇവിടെ ഇങ്ങനെ ബ്രേസ് മാർക്ക് എഴുതുന്നില്ല. ജസ്റ്റ് യു ആർ ടേക്കിംഗ് ദ സബ്സെറ്റ്സ്. പവർ സെറ്റ് ആകുമ്പം യു ആർ ടേക്കിംഗ് സെറ്റ് ഓഫ് ഓൾ സബ്സെറ്റ്സ്. അപ്പോൾ പവർ സെറ്റിലെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇറ്റ് കണ്ടെയ്ൻസ് എലമെൻറ്റ്സ് വിച്ച് ആർ ഇറ്റ് സെൽഫ് സെറ്റ്സ്. ഇറ്റ് ഇസ് ആക്ച്വലി എ സെറ്റ് കണ്ടെയ്നിങ് സം എലമെൻറ്റ്സ് ആൻഡ് എലമെൻറ്റ്സ് ആർ ഇറ്റ് സെൽഫ് സെറ്റ്സ്. ഒരു കൊട്ടയിൽ മാങ്ങ, ഒരു ലോറിയിൽ കുറേ കൊട്ടകളിൽ മാങ്ങ. സെറ്റ് ഓഫ് ഓൾ സെറ്റ്സ് ആണ്. ഇസ് ദാറ്റ് ക്ലിയർ? Right. Okay, right. That's all. അപ്പം അതാണ് ഐഡിയ. Now we'll discuss. Now what do you mean by interval? Interval എന്ന് പറഞ്ഞാൽ എന്താണ്? What do you mean by interval? Intervals. ഈ റിയൽ നമ്പറിൽ നമ്മൾ പഠിച്ചു, ആദ്യം നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ടായിരുന്നു, പിന്നെ ഹോൾ നമ്പർ ഉണ്ടായി, പിന്നെ ഇൻറ്റിജേഴ്സ് ഉണ്ടായി, റാഷണൽ നമ്പേഴ്സ് ഉണ്ടായി, ഇറാഷണൽ നമ്പേഴ്സ് ഉണ്ടായി, റിയൽ നമ്പേഴ്സ് ഉണ്ടായി. ഈ റിയൽ നമ്പേഴ്സിൽ വി ഡിഫൈൻ വാട്ട് വി കോൾ ഇൻ്റർവൽസ്. ഇൻ്റർവൽസ് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട് 2, വേറൊരു പോയിൻ്റ് ഉണ്ട് 3. യു ആർ ടേക്കിംഗ് ഓൾ നമ്പേഴ്സ് ബിറ്റ്വീൻ 2 and 3, ഓൾ റിയൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 2 and 3. 2 and 3 ആവണ്ട, 2, 4 ആവാം, 2, 5 ആവാം, 2, 6 ആവാം, എക്സെട്ര. അപ്പോൾ ഹൗ മെനി റിയൽ നമ്പേഴ്സ് ആർ ദേ ബിറ്റ്വീൻ 2 and 3? ഇഷ്ടം പോലെ, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് റിയൽ നമ്പേഴ്സ്. അവിടെ നമ്മൾ ഇൻ്റർവൽസ് ഇങ്ങനെ ഡിഫൈൻ ചെയ്യും. ഇങ്ങനെ square bracket 2, 3 means we call it closed interval. Closed interval. Well, how will you define the closed interval 2, 3? ഇതിനെ നമുക്ക് ശ്രദ്ധിക്കുക, ഇതൊരിക്കലും റോസ്റ്റർ ഫോമിൽ എഴുതാൻ പറ്റില്ല. കാരണം എന്താ, അടുത്ത നമ്പർ എന്താ അറിയില്ല, അതുകൊണ്ട് റോസ്റ്റർ ഫോമിൽ എഴുതാൻ പറ്റില്ല. Right. Above this is 2, 3. Above 2, 3 among 2, 3, 2 is closed, 3 is also closed. This 2 closed ആണ്, 3 is also closed. Above set of all real numbers between. മക്കളെ നിങ്ങൾ കുറേ പേര് ക്ലാസ് ചെയ്യിക്കുന്നുണ്ട്. Is there any problem with you if I talk only in my English? Please respond. There will be a lot of students here which cannot understand Malayalam. അപ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള ഇംഗ്ലീഷിൽ പറഞ്ഞുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവും. ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. Combination of English and Malayalam is good. Okay. I'll Seema Parihar. I'll be talking 90% or 80% or 75% in English, but 25% sometimes I'll be talking in Malayalam also. Okay, you cope up with that. Okay, there are a lot of Malayalam students also here, therefore I'll be talking little bit, 25-30% will be in Malayalam. Okay, that's all. Right. 2,3 ഇതെന്താ വെച്ചാൽ നിങ്ങൾ ഇംഗ്ലീഷിൽ തന്നെയാണ് പഠിക്കേണ്ടത്. അപ്പം ഇംഗ്ലീഷിൽ പറഞ്ഞുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. It's better to understand things in English. That will be better. I'll be talking very simple English. I also can't speak English fluently anyway. But still, I'll try my level best. That's better. No, sir. English le parayana alle? No. Okay. No problem now. No, sir. No problem. Okay. Combination of English and Malayalam. Okay, thank you. അപ്പോൾ ദിസ് ഇസ് സപ്പോസ് യു ഹാവ് എൻ ഇൻ്റർവെൽ. നോക്കൂ, ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം, ഇൻ്റർവെൽ ഈസ് കൺഫൈൻഡ് ഓൺലി വിത്ത് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. അങ്ങനെ ആലോചിക്കാം, റിയൽ നമ്പേഴ്സിൽ മാത്രമാണ് ഇൻ്റർവെൽസ് ഉള്ളത്. അപ്പോൾ അങ്ങനെ ആലോചിക്കാം, 2,2ൻ്റെയും 3ൻ്റെയും ഇടയിലുള്ള സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 2 and 3. 2ൻ്റെയും 3ൻ്റെയും ഇടയിലുള്ള റിയൽ നമ്പേഴ്സിൻ്റെ കൂട്ടം. അപ്പോൾ ഹൗ വിൽ യു ഡിഫൈൻ? You cannot write the set of all real numbers between 2 and 3 in the roster form. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. You cannot express the set of all real numbers between 2 and 3 in the roster form. I have discussed this before.
there are two forms you can represent a set. One is roster form and set builder form. Which will be better to use? Roster form has more clarity, but set builder form is the most practical way of writing a set. Set builder form ആണ് ഏറ്റവും നല്ലത്. പക്ഷേ set builder form മാത്രമേ ചില സെറ്റ് എഴുതാൻ പറ്റുള്ളൂ. There are certain sets which can only be written in the set builder form. Example ഇതാണ്. അല്ലേ? അപ്പോൾ how will you write this? Set of all x such that x is a real number. X is a real number and x has got the property that it lies between 2 and 3. നോക്കൂ, 2ഉം 3ഉം ക്ലോസ്ഡ് ആണെങ്കിൽ x can take the value 3 and x can take the value 2 equal to. X is lying between 2 and 3. ഇവിടെ less than or equal to വേണം, ഇവിടെ less than equal to 3 വേണം. അപ്പോൾ ഇങ്ങനെയാണെങ്കിലോ 2,3 ഓപ്പൺ ഇൻ്റർവെൽ 2,3 ആണെങ്കിലോ ഇത് നിങ്ങൾ കാർട്ടീഷ്യൻ പ്ലെയിനിലെ പോയിന്റ് ആയിട്ട് കണക്കാക്കരുത്, റിലേഷനിലെ 2, 3 ആയിട്ട് കണക്കാക്കരുത്. ഇറ്റ്സ് എൻ ഇൻ്റർവെൽ. ഇൻ്റർവെൽ മീൻസ് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് between 2 and 3. 2 is not included, 3 is also not included. ഇവിടെ എന്താണ്? 2 included ആണ്, 3 included ആണ്. ഇവിടെ എന്താണ്? 2 included അല്ല, 3 included അല്ല. ഇതൊരു ബൗണ്ടഡ് സെറ്റ് ആണ് ഈ സെറ്റ്. വാട്ട് ഇസ് ദ അപ്പർ ബൗണ്ട്? 3. വാട്ട് ഇസ് ദ ലോവർ ബൗണ്ട്? 2. But closed interval is a bounded set. Actually bounded set എന്ന് പറയും. അതിരുകളുണ്ട്. അപ്പർ ബൗണ്ട് 3 ആണ്, ലോവർ ബൗണ്ട് 2 ആണ്. ഇതിന് അപ്പർ ബൗണ്ട് ഇല്ല, 3 ഇല്ല. 3നെ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറയും അതിൻ്റെ ഏറ്റവും വലിയ വാല്യൂ 2.9 ആണ്. അല്ല, ഞാൻ പറയും 2.99 ആണ്. അപ്പോൾ നിങ്ങൾ പറയും 2.99999 ആണ്. അപ്പോൾ ഞാൻ പറയും 2.99, ഒരാഴ്ച 9 പറയും. അപ്പോൾ there is no upper bound, there is no lower bound. അപ്പോൾ അതുകൊണ്ട് ഇത് അൺബൗണ്ടഡ് സെറ്റ് ആണ്. അപ്പോൾ ഇത് we call this as open interval. We call this as open interval. അപ്പോൾ what is how will you define open interval? Set of all x is that x is a real number and x is the real number ആണ്, ശ്രദ്ധിക്കണം. x is the real number and x lie between 2 and 3. കണ്ടോ? 2 and 3 പറയുമ്പോൾ ഇവിടെ strictly less than, but is strictly less than, right? Please change your name. Open interval 2, 3, x such that x belongs to R 2 less than x less than 3. We call this as open interval. Open interval. Okay. Now we have half closed interval 2, 3. This is half closed. This is also half closed. അല്ലേ? അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഡെഫിനിഷൻ? സെറ്റ് ഓഫ് ഓൾ എക്സ് ഇസ് ദാറ്റ് x is a real number and 2 less than or equal to x less than 3. കണ്ടോ? ഇവിടെ ക്ലോസ്ഡ് ആണ്. പിന്നെ അതേപോലെ ഇവിടെയാണെങ്കിലോ I think you understood that. Set of all x belongs to us as that 2 is less than x less than equal to 3. അപ്പോൾ ആകെ എത്ര ഇൻ്റർവെൽസ് ഉണ്ട് മക്കളെ? 4 ഇൻ്റർവെൽസ് ഉണ്ട്. ക്ലോസ്ഡ്, ഓപ്പൺ, ഹാഫ് ക്ലോസ്ഡ്, ഹാഫ് ഓപ്പൺ. അതെടുത്ത് ലെഫ്റ്റിൽ ക്ലോസ്ഡ് ആവാം അല്ലെങ്കിൽ റൈറ്റിൽ ക്ലോസ്ഡ് ആവാം. റൈറ്റ്? ഓക്കെ. Can I write natural number instead of real number? No. Natural number ആണെങ്കിൽ അതിൽ അർത്ഥമില്ല. നാച്ചുറൽ നമ്പർ ആകുമ്പോൾ ചാർട്ടല്ലേ, 1 കഴിഞ്ഞാൽ വീണ്ടും 2 അല്ലേ. But you cannot write natural number instead of real numbers. You must interval, it should be real number. Nirbandhana, should be real number. Okay. You cannot write natural number. കാരണം ഇപ്പം നമ്മളിങ്ങനെ ഡിഫൈൻ ചെയ്തു ചോദിക്കാം. Suppose you are defined like this. Set of all x such that x is a natural number and 2 less than x less than 3. What is that set actually? മക്കളെ ഒന്ന് പറയൂ. Set is x is a natural number and x is lying between 2 and 3. What is that set actually? Angelina, Biju, Michael. X is a number such that x is a natural number and 2 less than null set ആണ്. This is null set because there is no real number between 2 and 3. Okay. Please change your name. I have
have told you, please change your name. അഞ്ചാമത്തെ, write the following as intervals. Write the following as intervals. Set of all x belongs to R and x is lying between. Interval ആണ്. Write the following as intervals. But actually, what is this interval? 1. 4 is -4 is open, 6 is closed. But this is 4 is open. 4 is open means it's strictly less than. But it is -4, 6 closed, right? -4, 6 closed. Number 2. Number 2 is -12 open, -10 is also open. Well, this is -12, -10. What is the geometrical graph of this? This is a real line, and this is -4, this is 6, and you have 6 closed and -4 open. It will be like this. Okay. In this case, what you can say, this is 12, this is -12, this is also -10. This is the interval, real line. Similarly, this you know, it is 0, close 0, open 7. And this is closed 3 and closed 4. Apart from that, we know what is a closed interval, what is open interval, what is half closed, half open interval, right? Simple. Write the following intervals in the set builder form. How will you express this in the set builder form? -3, 0. This is open. How will you write -3, 0 in the set builder form? Set of all x such that you must write x is a real number, because interval means x is always real number. When x is a real number, x belongs to R, and എന്ത് പറയണം? X is lying between -3 and 0. X 3ന്റെയും 0ന്റെയും ഇടയിൽ കിടക്കും. ഇടയിൽ കിടക്കുക പറയുന്നത് എന്താ? X is lying between -3 and 0. ഇവിടെ സ്ട്രിക്റ്റ് ആയിരിക്കണം, ഇവിടെ സ്ട്രിക്റ്റ് ആയിരിക്കണം, സ്ട്രിക്ട്ലി ലെസ് ദാൻ ആയിരിക്കണം. അപ്പോൾ അത് ക്ലോസ് ഇൻ്റർവൽ 6-12 ആണെങ്കിൽ നിങ്ങൾക്കറിയാം എന്താ ക്ലോസ് ഇൻ്റർവൽ 6-12 ആണെങ്കിൽ 6ന്റെയും 12ന്റെയും ഇടയിലുള്ള റിയൽ നമ്പേഴ്സ് ഇഷ്ടം പോലെ ഉണ്ടാവും. ഇറ്റ് ഇസ് എൻ ഇൻഫിനിറ്റ് അൺകൗണ്ടബിൾ സെറ്റ്. അപ്പോൾ what is the set builder form of this? Set of all x such that x is a real number and 6 is less than or equal to x, because it is closed here. 12 is also closed. 6 less than or equal to x, less than or equal to 12. Now it is 6 open, 12 closed. 6 open, 12 closed means this is 6 open and 12 closed. അങ്ങനെയാണെങ്കിൽ എന്താ വരിക? Set of all x such that x is belonging to R and ഇവിടെ ഓപ്പൺ ആണ്. ഓപ്പൺ ആകുമ്പോൾ അവിടെ സ്ട്രിക്ട്ലി ലെസ് ദാൻ ആണ്. 6 is less than x. ഇവിടെ ക്ലോസ്ഡ് ആണ്, കണ്ടോ? 12 ക്ലോസ്ഡ് ആണ്. അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12. പിന്നെയോ -23 ക്ലോസ്. ഇവിടെ ഇങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റ് വന്നാൽ ക്ലോസ്ഡ് ആണ്, ഓപ്പൺ വന്നാൽ ഓപ്പൺ ആണ്. അങ്ങനെ ഒഴുക്കനായിട്ടുള്ള ബ്രാക്കറ്റ് വന്നാൽ ഓപ്പൺ ആണ്. അപ്പോൾ -23 ക്ലോസ്ഡ്, 5 ഓപ്പൺ ആണ്. അപ്പോൾ -23 ക്ലോസ്ഡ് അല്ലേ? -23 closed, 5 open. But what is the answer? Set of all x such that x is a real number and -23 less than or equal to x less than 5. I think it is clear. Clear ആണ് വിചാരിക്കണം. Closed interval, open interval, etc. It's very simple. അപ്പോൾ ഇത് ഓപ്പൺ ഇൻ്റർവൽ ആണ്, ഇത് ക്ലോസ്ഡ് ഇൻ്റർവൽ ആണ്. ഇത് രണ്ടും ഹാഫ് ക്ലോസ്ഡ് ഹാഫ് ഓപ്പൺ ഇൻ്റർവൽസ് ആണ്. റൈറ്റ്? സിമ്പിൾ അല്ലേ? ഓക്കെ, ഇതൊക്കെ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. We can go like this. But given an interval, you will be able to write that in the set builder form as well as set builder form as well as an interval. അപ്പോൾ ഇൻ്റർവെലിനെ റോസ്റ്റർ ഫോമിൽ എഴുതുന്ന പരിപാടിയില്ല. ഇൻ്റർവെലിനെ ഒന്ന് ഇൻ്റർവെലായിട്ട് എഴുതുക, അല്ലെങ്കിൽ സെറ്റ് ബിൽഡർ ഫോമിലായിട്ട് എഴുതുക. ദർ ഇസ് നോ വേ യു ക്യാൻ റൈറ്റ് ദാറ്റ് ഇൻ ദ റോസ്റ്റർ ഫോം. ഓക്കെ. പിന്നെ വാട്ട് ഈസ് എ യൂണിവേഴ്സൽ സെറ്റ്? എന്താണ് യൂണിവേഴ്സൽ സെറ്റ്? What is universal set? Universal set means universal subset എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. അതൊക്കെ അതിൻ്റെ ഉള്ളിലാണെങ്കിൽ we call it subset. Proper subset എന്ന് പറഞ്ഞാൽ ശരിക്കും ഉള്ളിലാവണം. A subset of B ആവണം, A not equal to B ആവണം. We say it is subset, properly subset. ഇനി what is universal set? Universal set means it is a big set in which all the sets that we deal with are subset. നമ്മൾ ഡീൽ ചെയ്യുന്ന സെറ്റ്സ് ഒക്കെ സബ്സെറ്റ്സ് ആയിട്ടുള്ള
വലിയ സെറ്റിനെ വി കോൾ ഇറ്റ് യൂണിവേഴ്സൽ സെറ്റ്. ഇപ്പം നമ്മളിപ്പം ഈ നീറ്റ് എക്സാമിലെ കുട്ടികൾ എന്ന് പറയുമ്പോൾ എന്താ, ഇന്ത്യയിൽ എഴുതിയിട്ടുള്ള എല്ലാ കുട്ടികളുടെയും കൂട്ടമാണ് യൂണിവേഴ്സൽ സെറ്റ്. അതിലിപ്പം PC തോമസ് ക്ലാസ്സസിൽ നിന്ന് പോയിട്ടുള്ള കുട്ടികളുടെ മാത്രമാകുമ്പോൾ അത് സബ്സെറ്റാണ് അല്ലേ. വേറെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പോയിട്ടുള്ള നീറ്റ് ആസ്പിരൻ്റ് എന്താ, അത് സബ്സെറ്റാണ്. അപ്പം നമ്മൾ പറയുന്ന എല്ലാ സെറ്റ്സും സബ്സെറ്റ്സ് ആയിട്ടുള്ള ഒരു ബിഗ് സെറ്റ്. അപ്പോൾ ആസ് വെൽ ആസ് നീറ്റ് എക്സാംസ് is concerned, what is the universal set of NEET exam? The whole people, 23 lakhs something people who have written the exam for NEET അല്ലേ, മനസ്സിലാവുണ്ടോ? The whole set. അപ്പം ഇറ്റ് ഈസ് എ ബിഗ് സെറ്റ്. ഇപ്പോൾ ഒരു ക്ലാസ്സിലെ കുട്ടികളെ പറ്റിയിട്ടാണ് ഫുൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതെങ്കിൽ, ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ മൊത്തം ആണെങ്കിൽ ക്ലാസ്സിലെ ബോയ്സും ഗേൾസും ഒക്കെ ആയിട്ട്, ബോയ്സ് ഗേൾസ്, പിന്നെ ദോസ് ബോയ്സ് ഹു ഹാവ് ഗോട്ട് മോർ ദൻ 50 മാർക്സ്, ദോസ് ഗേൾസ് ഹു ഹാവ് ഗോട്ട് മോർ ദൻ 50 മാർക്സ്, അങ്ങനെയൊക്കെ ഡീൽ ചെയ്യുകയാണെങ്കിൽ വാട്ട് ദ യൂണിവേഴ്സൽ സെറ്റ്? ദ ഹോൾ സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ്. അതാണ് യൂണിവേഴ്സൽ സെറ്റ്. അപ്പോൾ യൂണിവേഴ്സൽ സെറ്റ് വിൽ വേരി ഡിപ്പെൻഡിങ് ഓൺ ദ കോണ്ടെക്സ്റ്റ്. യൂണിവേഴ്സൽ സെറ്റ് വിൽ വേരി, റൈറ്റ്? അപ്പോൾ വാട്ട് ഈസ് യൂണിവേഴ്സൽ സെറ്റ്? ഇറ്റ് ഈസ് ദ ബിഗ് സെറ്റ് in which all the sets that we deal with, നമ്മൾ ഡീൽ ചെയ്യുന്ന എല്ലാ സെറ്റ്സും സബ്സെറ്റ്സ് ആയിട്ടുള്ള ഉൾക്കൊള്ളുന്ന ഒരു ബിഗ് സെറ്റ്, അതിനാണ് യൂണിവേഴ്സൽ സെറ്റ് പറയുക. ഒരു കൺവെൻഷനാണ് യൂണിവേഴ്സൽ സെറ്റ്. സാധാരണ യൂണിവേഴ്സൽ സെറ്റ് ഡിനോട്ട് ചെയ്യുക ഇങ്ങനെയാണ്, ഒരു ചതുരമായിട്ടാണ്. ഇത് കണ്ടുപിടിച്ചത്, ഇങ്ങനെയൊരു ഡയഗ്രത്തിന് കണ്ടുപിടിച്ചത് ജോൺ വെൻ ഡയഗ്രം എന്നാണ് പറയുക. യൂണിവേഴ്സൽ സെറ്റ് എപ്പോഴും യു ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. വി കോൾ ദറ്റ് യു. അപ്പോൾ നമ്മൾ പറയുന്ന സെറ്റ്സൊക്കെ അതിനുള്ളിലായിരിക്കും. It will be like this. A or a set ആയിരിക്കും, B or set. All sets that we deal with will be subsets of that U. ഇവിടെ എന്താ ചോദ്യം? What universal set will you propose? അപ്പോൾ നമുക്ക് പ്രപ്പോസ് ചെയ്യാം. ഇപ്പം ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ, if you are discussing the nature of students in a class, the whole set of all students in the class will be the universal set. If you are considering the exam conducted by NTA for NEET, the whole people who have got, എല്ലാവരും ഈ ഇന്ത്യയിലുള്ള എല്ലാ 23 ലക്ഷത്തി ചില്ലാനും ആൾക്കാർ മൊത്തം യൂണിവേഴ്സൽ സെറ്റ് ആയിരിക്കും. അങ്ങനെ ഓരോ കോണ്ടെക്സ്റ്റിലെ ഓരോ യൂണിവേഴ്സൽ സെറ്റ് ആയിരിക്കും. കണ്ടോ? വാട്ട് യൂണിവേഴ്സൽ സെറ്റ് വുഡ് യു പ്രപ്പോസ് ഫോർ ഈച്ച് ഓഫ് ദ ഫോളോയിങ്? സെറ്റ് ഓഫ് ഓൾ റൈറ്റ് ട്രയാങ്കിൾസ്. സെറ്റ് ഓഫ് ഓൾ റൈറ്റ് ട്രയാങ്കിൾസ്. അപ്പോൾ വാട്ട് ഇസ് ദ യൂണിവേഴ്സൽ സെറ്റ്? സെറ്റ് ഓഫ് ഓൾ ട്രയാങ്കിൾസ്. Because this right triangle will be always a triangle, but not all triangles are universal set. വേണമെങ്കിൽ പറയാം സെറ്റ് ഓഫ് ഓൾ ഹുണ്ടായി കാർസ്. അപ്പോൾ വാട്ട് ഇസ് യൂണിവേഴ്സൽ സെറ്റ്? സെറ്റ് ഓഫ് ഓൾ കാർസ് അല്ലേ? മനസ്സിലായോ? സെറ്റ് ഓഫ് ഓൾ ആപ്പിൾ ഫോൺസ്. അപ്പോൾ വാട്ട് ഇസ് ആപ്പിൾ മൊബൈൽ ഫോൺസ്? വാട്ട് ഇസ് ദ യൂണിവേഴ്സൽ സെറ്റ്? സെറ്റ് ഓഫ് ഓൾ മൊബൈൽ ഫോൺസ്. അപ്പോൾ അതിൻ്റെ ബിഗ് സെറ്റ് മനസ്സിലാവുണ്ടോ? സെറ്റ് ഓഫ് ഓൾ സ്റ്റുഡൻസ് അല്ല, set of all boys. What is the universal set? Set of all students. Because boys will be subset of set of all students. Right. Set of all right triangles, what is the universal set? Set of all right triangles, what is the universal set? Universal set is set of all triangles. Set of all isosceles triangles, what is the universal set? Set of all triangles. Right? Because every triangle is a set of all polygons പറ്റില്ലേ? Set of all polygons set of all polygons പറ്റും. Very good. നിഖിൽ രാജൻ പറ്റും. Set of all polygons പറ്റും. Because every triangle is also a polygon. കുറച്ചുകൂടി വലിയ യൂണിവേഴ്സൽ സെറ്റാണ് മാത്രം. ശരിയാണ്. റൈറ്റ്? പറ്റും. Set of all polygons പറ്റും. വെരി ഗുഡ്. അങ്ങനെയാണ്. അങ്ങനെ നന്നായിട്ട് നല്ല, പക്ഷേ നമ്മൾ ജസ്റ്റ് മുകളിലുള്ള യൂണിവേഴ്സൽ സെറ്റ് പറയുന്നേ ഉള്ളൂ. സെറ്റ് ഓഫ് ഓൾ പോളിഗൺസ് പറ്റും കിട്ടാം. പറ്റും. റൈറ്റ്. അടുത്തത്, ഗിവൺ ദ സെറ്റ് A, B, C,
which of the following may be considered as universal set for all the three sets A, B and C? Look, what is the universal set? It is a big set in which all the sets that we deal with are subsets. Okay. അപ്പം A തന്നിട്ടുണ്ട്, B തന്നിട്ടുണ്ട്, C തന്നിട്ടുണ്ട്. Which of the following may be considered as universal set for all three elements A, B and C? അപ്പോൾ എന്താണ്? That set should be the superset of A, should be the superset of B, should be the superset of C also. Right? Right? But what is A? 1, 3, 5. This is 2, 4, 6. This is 0, 2, 4, 6, 8. But what will be 0? No go. ഇതിലെല്ലാം ഉണ്ടോ? ഇതിൽ A ഉണ്ടോ മക്കളെ? 1 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്. Okay, A is subset of this. Then 2 ഉണ്ട്, 4 ഉണ്ട്, 6 ഉണ്ട്. Okay, this is subset of this. 0 ഉണ്ട്, 2 ഉണ്ട്, 4 ഉണ്ട്, 6 ഉണ്ട്. 8 ഇല്ല. 8 ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇത് പറ്റില്ല. This cannot be a universal set. മനസ്സിലാവുണ്ടോ? That set, first one cannot be the universal set. Why? Because C is not a subset of this, right? Right. Null set. Null set cannot be universal set. ഇത് പറ്റില്ല. എന്തായാലും null set അതിൻ്റെ subset അല്ലല്ലോ. ഇതിൻ്റെ superset അല്ലല്ലോ. ഇനി 0, 1, 2, 3, 4, 5, 6 ഇത് പറ്റും. തേർഡ് വൺ പറ്റും അല്ലേ? 2, 4, 6 ഉണ്ട്, 1, 3, 5 ഉണ്ട്, 0, 2, 4, 6, 8 ഉണ്ട്. ഓക്കെ, ഇത് പറ്റും. തേർഡ് വൺ പറ്റും. അപ്പോൾ അതിലെ കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഇറ്റ് ഇസ് എ ബിഗ് സെറ്റ് ഇൻ വിച്ച് ഓൾ ദ സെറ്റ്സ് ദാറ്റ് വി ഡീൽ വിത്ത് ആർ സബ്സെറ്റ്സ്. അപ്പോൾ അതിന് സൂപ്പർ സെറ്റ് ആണ്. ഇത് പറ്റില്ല. ഓൺലി 3 ഈസ് പോസിബിൾ. ഓൺലി 3. റൈറ്റ്? ഓക്കെ. ഇനി ഈ എക്സസൈസ് നോക്കാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 2-3 കാര്യങ്ങളാണ്. ഓപ്പറേഷൻസ് ഓൺ സെറ്റ്സ്. വാട്ട് ഈസ് ഓപ്പറേഷൻസ്? Operations on sets. Operations on settle properties. ആകെ 4 ഓപ്പറേഷൻസേ ഉള്ളൂ. There are only 4 operations. One is ഈ ഓപ്പറേഷൻസ് പറയുന്നതിന് മുമ്പേ നമുക്കൊരു കാര്യം പറയാം. അതായത് വാട്ട് ഈസ് അതിങ്ങനെ പറയാം. വാട്ട് ഈസ് എ ഓപ്പറേഷൻസ് ഇങ്ങനെ പറയാം. യൂണിയൻ ഓഫ് സെറ്റ്സ്, യൂണിയൻ ഓഫ് സെറ്റ്സ്, then intersection of sets, then difference of sets, then complement of set. ആകെ ഇതിൽ 1, 2, 3, 4. There are 4, only 4. Union of sets, intersection of sets, difference of 2 sets, then complement of 2 sets. That's all. Complement of a set. Now what is union? ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ സപ്പോസ് A is equal to say 1, 2, 3 and suppose B is say 3, 4, 5. We define A union B as രണ്ടും കൂടി ക്ലബ് ചെയ്യാം. 1, 2, 3, 3, 4, 5 രണ്ടും കൂടി ക്ലബ് ചെയ്യാം. ഇറ്റ് ഈസ് 1, 2, 3, 4, 5 ആൻഡ് വി ഡിനോട്ട് ഇറ്റ് ബൈ എ എന്ന് എഴുതിയിട്ട് യു പോലൊരു സാധനം എഴുതാം. ദിസ് ഇസ് എ നൊട്ടേഷൻ ഫോർ യൂണിയൻ. But this is how you take the union of 2 sets, right? അപ്പോൾ യൂണിയൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഇപ്പോൾ കുറച്ച് നമ്പേഴ്സ് ഇവിടെ ഉണ്ട്, കുറച്ച് നമ്പേഴ്സ് ഇവിടെ ഉണ്ട്. ഇവിടെ 1, 2, 3, 4, 5 ഉണ്ട്. ഇവിടെ 4, 5, 6 ഉണ്ട്. രണ്ടും കൂടി ക്ലബ് ചെയ്യും. അത്രയേ ഉള്ളൂ. അപ്പോൾ അതിൽ കോമൺ എലിമെൻറ്റ് ഉണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ, കോമൺ എലിമെൻറ്റ് ഇല്ലെങ്കിൽ ഉണ്ടാവില്ല. ദാറ്റ്സ് ഓൾ. ഇപ്പോൾ കുറച്ച് ബോയ്സും കുറച്ച് ഗേൾസും ആണെങ്കിൽ കോമൺ എലിമെൻറ്റ് ഉണ്ടാവില്ല. അപ്പോൾ കുഴപ്പമില്ല, ബോയ്സും ഗേൾസും കൂടി ക്ലബ് ചെയ്യുക. ദാറ്റ്സ് ഓൾ. യു ക്ലബ് ദ 2 sets. ഓക്കെ, ദാറ്റ് ഈസ് എ യൂണിയൻ ബി. പക്ഷേ how will you define A union B? അപ്പോൾ how will you define? നോക്കൂ, ഇതാണ് A വെച്ചോളൂ. ദിസ് ഇസ് എ, ദിസ് ഇസ് ബി. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? ദിസ് ഇസ് എ, ദിസ് ഇസ് ബി. വാട്ട് ഈസ് എ ഹിയർ? 1, 2, 3. 1, 2, 3. വാട്ട് ഈസ് ബി? 3, 4, 5. ഇവിടെ 3 ഉണ്ട്, ഇവിടെ 4 ഉണ്ട്, ഇവിടെ 5 ഉണ്ട്. അപ്പോൾ വാട്ട് ഈസ് എ യൂണിയൻ ബി? കണ്ടോ, what is A union B? ഈ എലിമെൻറ്റ്സ് മൊത്തമുള്ള this is A union B. ഫുൾ എടുക്കുക. This is A union B. അപ്പോൾ A union B means what? If this is A and this is B,
ഇതിപ്പോൾ എയും ബിയും തമ്മിൽ ഓവർലാപ്പ് ഉണ്ടാവാം, ഓവർലാപ്പ് ഉണ്ടാവാതിരിക്കാം അല്ലേ. ഇപ്പോൾ സെറ്റ് ഓഫ് ഓൾ ബോയ്സ്, സെറ്റ് ഓഫ് ഓൾ ഗേൾസ് ആണെങ്കിൽ ഓവർലാപ്പ് ഉണ്ടാവില്ല. പക്ഷെ ചിലപ്പോൾ ഓവർലാപ്പ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഓവർലാപ്പ് ഉണ്ട്. അപ്പോൾ വാട്ട് ഇസ് എ യൂണിയൻ ബി? യു ടേക്ക് those elements such that, what is A union B? How do you define A union B? You take, what is the set builder form of A union B? Set of all x. You take all those x. What is the difference between a superset and a universal set? Superset means big set, just bigger than this. ഞാൻ എക്സാമ്പിൾ പറയാം. യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡീൽ ചെയ്യുന്ന എല്ലാ സെറ്റ്സും സബ്സെറ്റ്സ് ആയിട്ടുള്ള വലിയ സെറ്റാണ്. നമ്മൾ ഡീൽ ചെയ്യുന്ന സെറ്റ്സ് ഒക്കെ അതിൻ്റെ സബ്സെറ്റ്സ് ആയിരിക്കണം. അതിനാണ് യൂണിവേഴ്സൽ സെറ്റ് പറയാം. സൂപ്പർ സെറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു സെറ്റിൻ്റെ ജസ്റ്റ് മുകളിലാണ് മറ്റേ സെറ്റെങ്കിൽ വി കോൾ ദിസ് എ സൂപ്പർ സെറ്റ്. ഇത് എ ആണ്, ഇത് ബി ആണെങ്കിൽ വി സേ ബി ഈസ് എ സൂപ്പർ സെറ്റ്. ഒരു എക്സാമ്പിൾ പറയാം. 1 2 3 സെറ്റ് 1 2 3 ഒരു സെറ്റ് വെച്ചോളൂ. സെറ്റ് 1 2 3 4 അത് സൂപ്പർ സെറ്റാണ്. സെറ്റ് 1 2 3 സെറ്റ് 1 2 3 4ൻ്റെ സബ്സെറ്റ് അല്ലേ. സെറ്റ് 1 2 3 4ഓ സെറ്റ് 1 2 3യുടെ സൂപ്പർ സെറ്റാണ്. ഒരാൾ കൂടിയാൽ മതി. മനസ്സിലോട്ടോ? ദാറ്റ്സ് ഓൾ. പിന്നെ വാട്ട് ഇസ് ദ ഡിഫറൻസ് ഇൻ സൂപ്പർ സെറ്റ് ആൻഡ് യൂണിവേഴ്സൽ സെറ്റ്? യൂണിവേഴ്സൽ സെറ്റ് ഈസ് എ ബിഗ് സെറ്റ്. എല്ലാറ്റിനേക്കാൾ വലിയ സെറ്റാണ് സൂപ്പർ സെറ്റ്. ബിഗ് സൂപ്പർ സെറ്റാണ് യൂണിവേഴ്സൽ സെറ്റ്. ബിഗ്ഗസ്റ്റ് സൂപ്പർ സെറ്റാണ് യൂണിവേഴ്സൽ സെറ്റ് ആസ് വെൽ ആസ് ദാറ്റ് ഗ്രൂപ്പ് ഓഫ് സെറ്റ്സ് ആർ കൺസേൺഡ്. ആ ഗ്രൂപ്പ് ഓഫ് സെറ്റ്സ് കൺസേൺഡിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബിഗ്ഗസ്റ്റ് സെറ്റാവണം യൂണിവേഴ്സൽ സെറ്റ് അല്ലേ. റൈറ്റ്. ഈസ് സൂപ്പർ സെറ്റ് എ സബ്സെറ്റ് ഓഫ് യൂണിവേഴ്സൽ സെറ്റ്? ഈ സൂപ്പർ സെറ്റ് എ സബ്സെറ്റ് ഓഫ് യൂണിവേഴ്സൽ സെറ്റ്. മക്കളെ, സൂപ്പർ സെറ്റ് എന്ന് പറഞ്ഞാൽ അത്രയൊന്നുമില്ല. സബ്സെറ്റിൻ്റെ ഓപ്പോസിറ്റാണ് സൂപ്പർ സെറ്റ്. ദാറ്റ്സ് ഓൾ. എല്ലാ സെറ്റിൻ്റെയും സൂപ്പർ സെറ്റാണ് യൂണിവേഴ്സൽ സെറ്റ്. അങ്ങനെ പറയാം. ഓൾ യൂണിവേഴ്സൽ സെറ്റ് ഈസ് എ സൂപ്പർ സെറ്റ് ഓഫ് ഓൾ സെറ്റ്സ്. അത് പറയാം. ബട്ട് ആൻഡ് യൂണിവേഴ്സൽ സെറ്റ് ഈസ് എ സബ്സെറ്റ്. എവറി സെറ്റ് സൂപ്പർ സെറ്റ് ക്യാൻ ബി സബ്സെറ്റ് ഓഫ് യൂണിവേഴ്സൽ സെറ്റ്. അത് ശരിയാണ്. ഇതുവരെ ഞാൻ പഠിച്ച സ്റ്റേറ്റാണ്. ഇപ്പോൾ +1 ഞാൻ CBSE എടുത്തു. അപ്പോൾ ഇന്നലെയും ആരതി രാം ചോദിച്ചുവല്ലോ അത്. നോ പ്രോബ്ലം, പേടിയാവൊന്നും വേണ്ട. ജസ്റ്റ് ഡു ഇറ്റ്, ദാറ്റ്സ് ഓൾ. Okay, right. A union B. A union B is, what is A union B? It is set of all x such that x belongs to A or x belongs to B. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ മക്കളെ. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സിമ്പിളാണ്. ഓർ A യൂണിയൻ ബിക്ക് എപ്പോഴും സിനോണിം ആയിട്ട് വരിക ഓറാണ്. അത് ഓർത്താൽ മതി. എന്താ കാരണം അറിയോ? വെറുതെ കണ്ണും പൂട്ടി ഒരു പോയിന്റ് എടുത്താൽ ഇവിടെ വരാം, അല്ലെങ്കിൽ ഇവിടെ വരാം, അല്ലെങ്കിൽ ഇവിടെ വരാം. ഇവിടെ വന്നാൽ എയിൽ മാത്രം ഉണ്ടാവും, ഇവിടെ വന്നാൽ ബിയിൽ മാത്രം ഉണ്ടാവും. ഇവിടെയാണ് എയിലും ബിയിലും കൂടി ഉണ്ടാവും. അപ്പോൾ ഇറ്റ് ക്യാൻ ബി ഐദർ ഇൻ എ ഓർ ഇൻ ബി ഓർ ബോത്ത്. അതെല്ലാം കൂടി എങ്ങനെ പറയാം? ഓർ പറഞ്ഞാൽ മതി. അപ്പോൾ എക്സ് ബിലോങ്സ് ടു എ ഓർ എക്സ് ബിലോങ്സ് ടു ബി. അപ്പോൾ ആക്ച്വലി എ യൂണിയൻ ബിയുടെ നൊട്ടേഷൻ എന്താ? ഇത് എ ആണ്, ഇത് ബി ആണെങ്കിൽ എ യൂണിയൻ ബി വിൽ ബി ലൈക്ക് ദിസ്, റൈറ്റ്? ദിസ് ഇസ് എ യൂണിയൻ ബി. അപ്പോൾ യു അണ്ടർസ്റ്റുഡ് വാട്ട് ഈസ് കോൾഡ് എ യൂണിയൻ ബി. A union B is a set of all x such that x belongs to A or x belongs to B. Or stands for union, or union stands for or. എപ്പോഴും ഓറിൻ്റെ സിനോണിം യൂണിയൻ ആണ്, അല്ലെങ്കിൽ യൂണിയൻ്റെ സിനോണിം ഓർ ആണ്. Union set could be a subset of universal set. അതെ, union of all sets will be subset of universal set, right? ശരിയാണ്. Will union of sets could be a അതെ രണ്ട്. ഇപ്പം ഇതാണ് നോക്കൂ, ഇതാണ് യൂണിവേഴ്സൽ സെറ്റ്. ഇതാണ് യൂണിവേഴ്സൽ സെറ്റ്. ഇപ്പം ഇങ്ങനെ ഒരു സെറ്റ് ഉണ്ട്, ഇങ്ങനെ ഒരു സെറ്റ് ഉണ്ട്, ഇങ്ങനെ ഒരു സെറ്റ് ഉണ്ട്, ഇങ്ങനെ ഒരു സെറ്റ് ഉണ്ട്. വാട്ട് ഇസ് എ യൂണിയൻ? ഇതാണ് യൂണിയൻ. ഇതാണ് യൂണിയൻ. ഇത് ഇതിൻ്റെ സബ്സെറ്റ് അല്ലേ? യുവിൻ്റെ സബ്സെറ്റ് അല്ലേ? യൂണിയൻ ഓഫ് ഓൾ subsets of a universal set will be again a subset of universal set, right? Right. Now, what is intersection? Intersection.
What is intersection of two sets? Intersection പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ യൂണിയൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ് മക്കളെ? എ യൂണിയൻ ബി ഇസ് ഡിഫൈൻഡ് ആസ്, എങ്ങനെ ഡിഫൈൻ ചെയ്യണേ? എ യൂണിയൻ ബി is equal to set of all x such that x belongs to A or x belongs to B. ഫിഗറിൽ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഇൻറ്റർസെക്ഷൻ കേട്ടോ, സോറി ഞാൻ എൻ്റെ സ്പെല്ലിംഗ് പറ്റിയില്ല അല്ലേ. ഇൻറ്റർസെക്ഷൻ, സോറി ഇതിൻ്റെ സ്പെല്ലിംഗ് തെറ്റിയിരുന്നു. ജസ്റ്റ് ഇൻറ്റർസെക്ഷനെ വിളിക്കുന്ന പേരാണ് ഇങ്ങനെ. ഇത് എ ആണ്, ഇത് ബി ആണെങ്കിൽ the portion common to both, we call it intersection, and we call this as A intersection B. Notation is this, A intersection B. How will you define A intersection B? Union U na mark kiya, intersection ingane mark kiya. But A intersection B is defined as set of all x such that x belongs to A and x belongs to B. എക്സ് എയിലും ഉണ്ടാവണം, ബിയിലും ഉണ്ടാവണം, എയിലും ഉണ്ടാവണം, ബിയിലും ഉണ്ടാവണം, ബൂത്ത്. അപ്പോൾ ആൻഡ് എന്നുള്ള സിനോണിമാണ് ഇൻ്റർസെക്ഷൻ്റെ അർത്ഥം. ഇൻ്റർസെക്ഷൻ ഈസ് ഓൾവേസ് അസോസിയേറ്റഡ് വിത്ത് ആൻഡ്, യൂണിയൻ ഈസ് ഓൾവേസ് അസോസിയേറ്റഡ് വിത്ത് ഓർ. എളുപ്പമല്ലേ? റൈറ്റ്. നൗ വാട്ട് ഈസ് ഡിഫറൻസ്? ഡിഫറൻസ് ഓഫ് ടു സെറ്റ്സ്. ഡിഫറൻസ് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇത് എ ആണെന്ന് വിചാരിക്കാം, ഇത് ബി ആണെന്ന് വിചാരിക്കുക. ഇത് എ ആണ്, ഇത് ബി ആണ്. വി കോൾ ദിസ് പോർഷൻ ആസ് എ ഡിഫറൻസ്. ഇതിനെ വിളിക്കുന്ന പേരാണ് ഡിഫറൻസ്. അപ്പോൾ വാട്ട് ഇസ് ദിസ് പോർഷൻ? എലമെൻറ്റ്സ് ഇൻ എ വിച്ച് ആർ നോട്ട് ഇൻ ബി. Right? This is A. A is set of all elements in A which are not in B. But this is A intersection A minus B. A minus B is set of all x such that x belongs to A and x is not an element of B. X എയിലുണ്ട് പക്ഷേ ബിയിൽ ഇല്ല. എയിലുണ്ട് പക്ഷേ ബിയിൽ ഇല്ല. സെറ്റ് ഓഫ് ഓൾ എലിമെൻറ്റ്സ് ഇൻ എ വിച്ച് ആർ നോട്ട് ഇൻ ബി. അതിനെ വിളിക്കുന്ന പേരാണ് എ ഡിഫറൻസ് ബി, എ മൈനസ് ബി. ഈ മൈനസ് നത്തിങ് ടു ഡു വിത്ത് ഓർഡിനറി സബ്ട്രാക്ഷൻ. ഓക്കെ, അപ്പോൾ ദിസ് ഇസ് എ മൈനസ് ബി. അപ്പോൾ വാട്ട് വിൽ ബി ബി മൈനസ് എ? ബി മൈനസ് എ വിൽ ബി ദിസ് പോർഷൻ, സെറ്റ് ഓഫ് ഓൾ എലിമെൻറ്റ്സ് ഇൻ ബി വിച്ച് ആർ നോട്ട് ഇൻ എ. അപ്പോൾ ചെറിയ കാര്യമുള്ളൂ. വാട്ട് ഈസ് യൂണിയൻ, വാട്ട് ഈസ് ഇൻ്റർസെക്ഷൻ, വാട്ട് ഈസ് ദ ഡിഫറൻസ്, കഴിഞ്ഞു. ഇനി കോംപ്ലിമെൻറ്റ്. കോംപ്ലിമെൻറ്റ്, അയ്യോ ഇതൊക്കെ സ്പെല്ലിംഗ് തെറ്റിയിട്ടുണ്ട് അല്ലേ. കോംപ്ലിമെൻറ്റ്, കോംപ്ലിമെൻറ്റ്. How to define complement of a set? ഇത് യൂണിവേഴ്സൽ സെറ്റ് ആണെങ്കിൽ, if this is universal set and if this is A, we call this as complement. ഈ പോർഷനെയാണ് നമ്മൾ കോംപ്ലിമെൻ്റ് എന്ന് പറയുക. What is complement of A? What is complement of A? Complement of A യുടെ notation ആണ് A dash. But complement of A dash is defined as യൂണിയനും ഇൻ്റർസെക്ഷനും ഈക്വൽ ആണെങ്കിലോ, യൂണിയനും ഇൻ്റർസെക്ഷനും ഈക്വൽ ആണെങ്കിൽ എന്ത് സംഭവിക്കാം? വിൽ ഡിസ്കസ്. എ ഡാഷ് നോക്കൂ, ഇത് എ ആണെങ്കിൽ എ കോംപ്ലിമെൻറ്റ് ഇവിടെ ഉണ്ടാവുക അല്ലേ, എ കോംപ്ലിമെൻറ്റ്. അപ്പോൾ എ കോംപ്ലിമെൻറ്റിൻ്റെ വാല്യൂ എന്തായിരിക്കും? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എന്തായിരിക്കും? എക്ക് പുറത്തുള്ള ആൾ, എ എന്നുള്ള സെറ്റിൻ്റെ പുറത്തുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുക? എ കോംപ്ലിമെൻറ്റ്. ഇപ്പോൾ നമ്മളിപ്പോൾ എ പറയുന്നത് ജയിച്ച കുട്ടികളാണെങ്കിൽ എ കോംപ്ലിമെൻറ്റ് എന്തായിരിക്കും? തോറ്റ കുട്ടികൾ അല്ലേ. എ പറയുന്നത് 500 മാർക്കിൻ്റെ മേതെയുള്ള കുട്ടികളാണെങ്കിൽ എ കോംപ്ലിമെൻറ്റ് എന്തായിരിക്കും? 500 മാർക്കിൻ്റെ താഴെയുള്ള കുട്ടികൾ അല്ലേ. അല്ലേ, ഇപ്പം എ പറയുന്നത് ബോയ്സ് ആണെങ്കിൽ എ കോംപ്ലിമെൻറ്റ് എന്തായിരിക്കും? ഗേൾസ് ആയിരിക്കും. കോംപ്ലിമെൻറ്റ് രണ്ട് ആൾക്കാർ, രണ്ട് കേസ് മാത്രമാണെങ്കിൽ കോംപ്ലിമെൻറ്റ് ഓപ്പോസിറ്റ്സ് ആയിരിക്കും. അപ്പം വാട്ട് ഈസ് എ കോംപ്ലിമെൻറ്റ്? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് ബിലോങ്ങിങ് ടു യു. യുവിൽ ഉണ്ടാവണം, പക്ഷേ എക്സ് എന്തിലുണ്ടാവരുത്? എയിൽ ഉണ്ടാവരുത്. ദിസ് ഇസ് വാട്ട് വി കോൾ കോംപ്ലിമെൻറ്റ്. ആകെ ഇത്രയുള്ള ഡെഫിനിഷൻസ്. വാട്ട് ഈസ് യൂണിയൻ, വാട്ട് ഈസ് ഇൻ്റർസെക്ഷൻ, വാട്ട് ഈസ് ഡിഫറൻസ്, വാട്ട് ഈസ് കോംപ്ലിമെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും എക്സാമ്പിൾസ് നോക്കാം. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് എക്സാമ്പിൾസ് നോക്കാം. വിൽ ഡിസ്കസ് സം എക്സാമ്പിൾസ്.
നോക്കാം എക്സാമ്പിൾസ് നോക്കാം. എക്സസൈസ് 1-4. ഫൈൻഡ് ദ യൂണിയൻ ഓഫ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് പെയർസ് ഓഫ് സെറ്റ്സ്. എക്സ് തന്നിട്ടുണ്ട്, വൈ തന്നിട്ടുണ്ട്. വാട്ട് ഈസ് എക്സ് യൂണിയൻ വൈ? ഒന്ന് വേഗം ചെയ്യൂ. എക്സ് യൂണിയൻ വൈ ഇറ്റ് വിൽ ബി ഈക്വൽ ടു എന്താണ്? 1 3 5 1 2 3. അപ്പോൾ എന്താ വരിക? 1 3 2 5 അല്ലേ? 1 2 3 1 ഉണ്ട്, എല്ലാം കൂടി ക്ലബ് ചെയ്യുക. 1 ഉണ്ടാവണം, 2 ഉണ്ടാവണം, 3 ഉണ്ടാവണം, 5 ഉണ്ടാവണം അല്ലേ? അപ്പോൾ എല്ലാം കൂടി ക്ലബ് ചെയ്തു. ദാറ്റ് ഈസ് എക്സ് യൂണിയൻ വൈ. വാട്ട് ഈസ് എക്സ് ഇൻ്റർസെക്ഷൻ വൈ ചോദിച്ചിട്ടില്ല, എന്നാലും ഞാൻ വെറുതെ പറയാം. വാട്ട് ഈസ് എക്സ് ഇൻ്റർസെക്ഷൻ വൈ? ഇവിടെ ചോദിച്ചിട്ടില്ല, യൂണിയനെ ചോദിച്ചിട്ടുള്ളൂ, പക്ഷേ നമുക്ക് ഇൻ്റർസെക്ഷൻ കൂടി പറയാം. വാട്ട് വിൽ ബി എക്സ് ഇൻ്റർസെക്ഷൻ വൈ? 1 3 5 1 3. ഇതിൽ കോമൺ എലിമെൻറ്റ് എന്താ മക്കളെ? 1 കോമൺ ആണ്, 3യും കോമൺ ആണ്. അപ്പോൾ വാട്ട് ഈസ് എക്സ് ഇൻ്റർസെക്ഷൻ വൈ? 1, 3. റൈറ്റ്? ഓക്കെ. നൗ രണ്ടാമത്തെ ചോദ്യം. എന്താ രണ്ടാമത്തെ ചോദ്യം? ഇത് സെറ്റാണ്, ഇവിടെ ഇങ്ങനെയാണ് സെറ്റാണ്. എ ഈസ് ഈക്വൽ ടു AEIOU ആൻഡ് ബി ഈസ് ഈക്വൽ ടു ABC. ഇത് ഫസ്റ്റ് വൊവൽസിൻ്റെ സെറ്റാണ്. ഇത് ABC ആണ്. Now what is A union B? യൂണിയൻ എന്തായിരിക്കും? രണ്ടും കൂടി ക്ലബ് ചെയ്യാം. എന്താ ക്ലബ് ചെയ്യേണ്ട? എ ഉണ്ടാവണം, ബി ഉണ്ടാവണം, സി ഉണ്ടാവണം, ഇ ഉണ്ടാവണം, ഐ ഉണ്ടാവണം, ഒ ഉണ്ടാവണം, യു ഉണ്ടാവണം. ദാറ്റ്സ് ഓൾ അല്ലേ? ദാറ്റ് ഈസ് എ യൂണിയൻ ബി. ഞാൻ വെറുതെ എ ഇൻ്റർസെക്ഷൻ ബി കൂടി ഇതിൻ്റെ കൂടെ പറയാം, പിന്നെ കുറച്ച് സിമ്പിളാവും. വാട്ട് ഈസ് എ ഇൻ്റർസെക്ഷൻ ബി? രണ്ടിലും കോമൺ ആയിട്ടുള്ള എലിമെൻറ്റ്സ് കോമൺ ടു ബോത്ത്. വാട്ട് ഈസ് എലിമെൻറ്റ്സ് കോമൺ ടു ബോത്ത്? എ ഉണ്ടാവും, പിന്നെയോ മാത്രമേ ഉണ്ടാവുള്ളൂ, എ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ? റൈറ്റ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തു, സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്തു. തേർഡ് ക്വസ്റ്റ്യൻ എന്താ മക്കളെ? എ ഈസ് സെറ്റ് ഓഫ് ഓൾ എക്സ് നാച്ചുറൽ നമ്പർ ആൻഡ് എ മൾട്ടിപ്പിൾ ഓഫ് 3. നാച്ചുറൽ നമ്പറും ആവണം, മൾട്ടിപ്പിൾ ഓഫ് 3യും ആവണം. നാച്ചുറൽ നമ്പറും ആവണം, മൾട്ടിപ്പിൾ ഓഫ് 3 ആവണം. അപ്പോൾ എ എന്താ ആക്ച്വലി വരിക? വാട്ട് ഈസ് എ? നമ്പർ 3 ഒന്ന് നോക്കൂ. എന്തായിരിക്കും എ വരിക? ബോർഡിൽ ഇത് മാത്രം പഠിച്ചാൽ മതി, കുഴപ്പമില്ല. ഇതിൻ്റെ തന്നെ കുറച്ചൊന്ന് എ ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 3ക്ക് പകരം എ ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 4 കൂടി നോക്കുക, മൾട്ടിപ്പിൾ ഓഫ് 5 കൂടി നോക്കുക, അത്ര മതി. അപ്പം എ ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 3 ആണെങ്കിൽ എന്തായിരിക്കും നമ്പർ? നാച്ചുറൽ നമ്പർ ആവണം, മൾട്ടിപ്പിൾ ഓഫ് 3 ആവണം. എന്താവണം? 3 ആവാം. അപ്പം മൾട്ടിപ്പിൾ ഓഫ് 3 ആവണം എന്താവണം? 3 ആവാം, 6 ആവാം, പിന്നെ 3 2 6 3 3 9 മതി, എക്സെട്ര ഇട്ടാൽ മതി. ഇഷ്ടം പോലെ ഉണ്ടാവുമല്ലോ. ഇറ്റ് വിൽ ബി ആൻ ഇൻഫൈനൈറ്റ് സെറ്റ് അല്ലേ? അപ്പം എ അതായിരിക്കും. ഇനിയോ ബി എന്താ? വാട്ട് ഈസ് ബി? ആദ്യം അതിന് റോസ്റ്റർ ഫോമിൽ എഴുതാൻ നല്ലത്. ഇത് സെറ്റ് ബിൽഡർ ഫോമിലാണല്ലോ, അത് റോസ്റ്റർ ഫോമിൽ എഴുതാൻ പറ്റുമോ നോക്കാം. എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6. 6-നേക്കാൾ താഴെയുള്ള നാച്ചുറൽ നമ്പർ ഏതൊക്കെയാണ്? 1 ഉണ്ടാവും, 2 ഉണ്ടാവും, 3 ഉണ്ടാവും, 4 ഉണ്ടാവും, 5 വരെ ഉണ്ടാവും അല്ലേ? അപ്പോൾ 1 2 3 4 5 വരെ ഉണ്ടാവും, അത്രയേ ഉള്ളൂ. Now what is A യൂണിയൻ ബി? എന്തായിരിക്കും എ യൂണിയൻ ബി? രണ്ടും കൂടി യൂണിയൻ എടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്താവും? 1 2 3 4 5 ഉണ്ടാവും, പിന്നെ എന്തുണ്ടാവും? 6 9 പിന്നെ ബാക്കി എക്സെട്ര. അങ്ങനെ എഴുതിയാൽ മതി. ഞാൻ വെറുതെ ചോദിക്കട്ടെ, വാട്ട് ഈസ് എ ഇൻ്റർസെക്ഷൻ ബി മക്കളെ? ഒന്ന് പറയൂ. എ ഇൻ്റർസെക്ഷൻ ബി എന്തായിരിക്കും എന്ന് പറയൂ. രണ്ടും കൂടി കോമൺ എന്താണ്? 3 ഉണ്ടാവും, പിന്നെ കഴിഞ്ഞു അല്ലേ? 3 ഉണ്ടാവും, കണ്ടോ? 1 2 3 3 മാത്രമേ ഉള്ളൂ. അപ്പോൾ 3 മാത്രമേ ഉള്ളൂ. എ ഇൻ്റർസെക്ഷൻ ബി 3 മാത്രമേ ഉള്ളൂ. ഓക്കെ. നാലാമത്തെ ചോദ്യം. നാലാമത്തെ ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 4. A is set of all x as x a natural number and 1 less than x less than or equal to 6. What is A? ഒന്നിനേക്കാൾ എക്സ് ഒന്നിനേക്കാൾ വലുതാണ് അല്ലേ? 1 is less than x. അപ്പോൾ 1-നേക്കാൾ വലുതായിട്ടുള്ള നമ്പർ ഏതാ? 2 ഉണ്ടാവും. നാച്ചുറൽ നമ്പർ അല്ലേ? നാച്ചുറൽ നമ്പറാണ്. 2 ഉണ്ടാവും, 3 4 5 6 വരെ ഉണ്ടാവും. കാരണം ഇവിടെ ഈക്വലാണ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. അപ്പോൾ 6 ഉണ്ടാവും. ഇനി ബി എന്താ? വാട്ട് ഈസ് ബി? ബീനെ റോസ്റ്റർ ഫോമിൽ എഴുതാം. ഇത് സെറ്റ് ബിൽഡർ ഫോമിലാണ്, കണ്ടു? നാച്ചുറൽ നമ്പർ ആൻഡ് ദിസ് ഇസ് ലെസ് ദാൻ. ഇവിടെയും സ്ട്രിക്ട്ലി ലെസ് ദാൻ ആണ്, ഇവിടെയും സ്ട്രിക്ട്ലി ലെസ് ദാൻ ആണ്. അപ്പോൾ 6-ൻ്റെയും 10-ൻ്റെയും ഇടയിലാണ്. അപ്പോൾ എന്ത് വരും? 7 8 9 അല്ലേ? 3 ആൾക്കാരുണ്ടാവും. 7 8 9. റെഡി അല്ലേ? ഓക്കെ. Now what is A union B? A union B എന്താ?
രണ്ടും കൂടി ക്ലബ് ചെയ്യാം. അപ്പോൾ എന്താ 2 3 4 5 6 7 8 9. ഇതാണ് എ യൂണിയൻ ബി. വാട്ട് ഈസ് എ ഇൻ്റർസെക്ഷൻ ബി മക്കളെ? ഒന്ന് ഗസ് ചെയ്യൂ. വാട്ട് ഈസ് എ ഇൻ്റർസെക്ഷൻ ബി? എ ഇതാണ്, ബി ഇതാണ്. വാട്ട് വിൽ ബി എ ഇൻ്റർസെക്ഷൻ ബി? എല്ലാവർക്കും അറിയില്ലേ? നൾ സെറ്റ്. അപ്പോൾ ഇങ്ങനെ രണ്ട് സെറ്റ്സ് ഇൻ്റർസെക്ഷൻ നൾ സെറ്റ് ആണ്. നോക്കൂ, രണ്ട് സെറ്റ്സ് ഇങ്ങനെയാണെങ്കിൽ, ദർ ഇസ് നോ കോമൺ എലിമെൻ്റ് ആണെങ്കിൽ, we call them as disjoint sets. Disjoint sets. അപ്പോൾ A intersection B null set ആവാം. A intersection B null set ആണെങ്കിൽ we say the sets are disjoint. Set of all real numbers, അല്ല, set of all rational numbers, set of all real numbers. Disjoint ആണ്. Set of all boys, set of all girls. Disjoint ആണ്. Set of all natural, even natural numbers, set of all odd natural numbers. Disjoint ആണ്. ഇഷ്ടംപോലെ എക്സാമ്പിൾസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ഡിസ്ജോയിന്റ് സെറ്റ്സ്. എനിവേ, എ ഈക്വൽസ് ദസ്, ബി ഈക്വൽസ് ദസ്. വാട്ട് ഈസ് എ യൂണിയൻ ബി മക്കളെ? എ ഈക്വൽസ് 1 2 3, ബി ഈസ് നൾ സെറ്റ്. അപ്പോൾ നൾ സെറ്റ് ആരായിട്ട് യൂണിയൻ എടുത്താലും അത് തന്നെയാണ്. വാട്ട് ഈസ് നൾ സെറ്റ്? എ സെറ്റ് കണ്ടെയ്നിങ് നോ എലിമെൻറ്റ്. അപ്പോൾ വാട്ട് ഈസ് എ യൂണിയൻ ബി ഹിയർ? അപ്പോൾ അഞ്ചാമത്തെ ചോദ്യം എങ്ങനെ ഉണ്ടാവുക? സപ്പോസ് ഇറ്റ് ഇസ് വാട്ട് ഈസ് എ യൂണിയൻ ബി? എ യൂണിയൻ ബി എന്തായിരിക്കും അഞ്ചാമത്തെ ചോദ്യം? എ യൂണിയൻ ബി വിൽ ബി എന്തായിരിക്കും? 1 2 3 തന്നെ അല്ലേ? വാട്ട് ഈസ് എ ഇൻ്റർസെക്ഷൻ ബി? ബിയിൽ ആരും ഇല്ല. അപ്പോൾ എ ബി ആയിട്ട് ഇൻ്റർസെക്ട് ചെയ്താൽ എന്താ കിട്ടുക? നൾ സെറ്റ് തന്നെ. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐഡിയ ആണ്. എന്താ ഐഡിയ? നൾ സെറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐഡിയ ആണ്. നൾ സെറ്റ് ആരായിട്ട് യൂണിയൻ എടുത്താലും എന്താ കിട്ടുക? അതേ സെറ്റാണ് കിട്ടുക. ഇറ്റ് ഇസ് എ വെരി ഇമ്പോർട്ടൻ്റ് ഐഡിയ. If you take the union of a set with null set, the outcome is always that set itself. If you intersect null set with any set, it will be always null set. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വേറൊരു ഐഡിയ ഉണ്ട്. യൂണിവേഴ്സൽ സെറ്റിനെ എ ആയിട്ട് അല്ല, അതിൽ നിന്ന് കിട്ടുന്ന വേറൊരു ഐഡിയ എന്താ വെച്ചാൽ ഇങ്ങനെയാണ്. അപ്പം നമ്മളിപ്പം ഇങ്ങനൊരു സെറ്റ് ഉണ്ട് വെച്ചോളൂ. ഇതാണ് എ, ഇതാണ് ബി വെച്ചോളൂ. ഇവിടെ എന്തായിരിക്കും? എ വിൽ ബി എ സബ്സെറ്റ് ഓഫ് ബി. എ ബിയുടെ ഉള്ളിലായിരിക്കും. എ ബിയുടെ ഉള്ളിലാണെങ്കിൽ ബിയുടെ പ്രോപ്പർ സബ്സെറ്റും എന്താവട്ടെ, വി കോൾ ഇറ്റ് എ സബ്സെറ്റ് ഓഫ് ബി. പ്രോപ്പർ സബ്സെറ്റ് ആയാലും കുഴപ്പമില്ല, സബ്സെറ്റ് ആയാലും കുഴപ്പമില്ല, പ്രോപ്പർ സബ്സെറ്റ് ആയി വെച്ചോളൂ. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി എ യൂണിയൻ ബി? ഇഫ് എ ഈസ് സബ്സെറ്റ് ഓഫ് ബി, എ സബ്സെറ്റ് ഓഫ് ബി ആണെങ്കിൽ വാട്ട് വിൽ ബി എ യൂണിയൻ ബി? ഇറ്റ് വിൽ ബി ബി. വാട്ട് വിൽ ബി എ ഇൻ്റർസെക്ഷൻ ബി? It will be A. This is a very important idea. ബി എ എന്നുള്ള സെറ്റ് ബിയുടെ ഉള്ളിലാണെങ്കിൽ യൂണിയൻ എടുത്താൽ ബിഗർ സെറ്റ് ആയിരിക്കും ഔട്ട്കം. ഇൻ്റർസെക്ഷൻ എടുത്താൽ ചെറിയ സെറ്റ് ആയിരിക്കും. അത് നിങ്ങൾക്ക് ആലോചിച്ചറിയാം. ഇതിലും എയിലും ബിയിലും കൂടി കോമൺ ആയിട്ടുള്ള ആൾക്കാർ എ മാത്രമേ ഉണ്ടാവുള്ളൂ. യൂണിയൻ എടുക്കാൻ ബി ഉണ്ടാവും. അപ്പോൾ എ ബിയുടെ ഉള്ളിലാണെങ്കിൽ എ യൂണിയൻ ബി ബി ആയിരിക്കും, എ ഇൻ്റർസെക്ഷൻ ബി എ ആയിരിക്കും. അതുകൊണ്ട് നമുക്കൊരു കാര്യം പറയാൻ പറ്റും. എന്താവും ഒരു കാര്യം? യൂണിവേഴ്സൽ സെറ്റിനെ എ ആയിട്ട് യൂണിയൻ എടുത്താൽ, കാരണം യൂണിവേഴ്സൽ സെറ്റിൻ്റെ സബ്സെറ്റ് ആണല്ലോ എ. അപ്പോൾ എ യൂണിയൻ യൂണിവേഴ്സൽ സെറ്റ് എപ്പോഴും എന്തായിരിക്കും? യൂണിവേഴ്സൽ സെറ്റ് ആയിരിക്കും. എ ഇൻ്റർസെക്ഷൻ യൂണിവേഴ്സൽ സെറ്റ് എന്തായിരിക്കും? എപ്പോഴും എ ആയിരിക്കും. ഇസ് ദാറ്റ് ക്ലിയർ? അപ്പോൾ അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐഡിയ ആണ്. അപ്പം എന്തൊക്കെയാണ് മനസ്സിലായത്? ഒരു സെറ്റ് വേറെ സെറ്റിൻ്റെ എ ഈസ് ഈക്വൽ സെറ്റ് ഓഫ് ഇൻറ്റിജർ ലെസ് ദാൻ 0, ഇൻറ്റിജർ ഗ്രേറ്റർ ദാൻ 0. Then what is A union B? Okay. ഒരു ജോൺ പാലത്തിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. എക്സ് ഇസ് ഇൻ ഇൻറ്റിജർ ലെസ് ദാൻ 0. എക്സ് ഇസ് ഇൻ ഇൻറ്റിജർ ലെസ് ദാൻ 0. ഓക്കെ, ലെസ് ദാൻ 0. ബി ഇസ് എക്സ് ഇസ് ഇൻ ഇൻറ്റിജർ ഗ്രേറ്റർ ദാൻ 0. വാട്ട് ഈസ് എ യൂണിയൻ ബി? വെരി ഗുഡ്. അത് നല്ല ചോദ്യമാണല്ലോ. ക്വസ്റ്റ്യൻ ആണ്, ജോൺ ചോദിച്ചാണ്. എ ഇസ് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് ഇൻ ഇൻറ്റിജർ ആൻഡ് എക്സ് ഇസ് ലെസ് ദാൻ 0. X is less than 0. പിന്നെ B is set of all x such that x is an integer. Set of all x such that x is an integer and x is bigger than 0. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കും മക്കളെ. എല്ലാവരും ഒന്ന് അതിനെപ്പറ്റി ആലോചിക്കൂ. സിമ്പിളാണ്. എ പറയുന്നത് ഇപ്പുറത്തുള്ള, അതായത് ഇതാണ് ഇൻറ്റിജേഴ്സ്. അപ്പോൾ ഇതാണ് 0, ഇതാണ് 1, ഇതാണ് 2, ഇതാണ് 3 4 എക്സെട്ര. ഇതാണ് -1 -2 -3 എക്സെട്ര. അപ്പം ഇതാണ് എ. നമ്മൾ പറഞ്ഞ എ ഇതാണ് അല്ലേ? എ പറയുന്നത് അല്ല, ബി പറയുന്നത് ഇതാണ്. ഇവിടുന്ന് കിട്ടും. ഇതാണ് ബി. വാട്ട് ഈസ് എ? കണ്ടോ?
greater than 0, set of all x which is bigger than 0. 1 ആവാം, 2 ആവാം, 3 ആവാം, 4 ആവാം, എക്സെട്ര അല്ലേ? അപ്പോൾ ഇതോ ഇപ്പുറത്തോ എ ഇപ്പുറത്തെ എന്തായിരിക്കും? ലെസ് ദാൻ 0 ആകുമ്പോൾ ഇവിടെ നിന്നിട്ട് ഇതാണ് എ. വാട്ട് വിൽ ബി എ യൂണിയൻ ബി? രണ്ടും കൂടി ക്ലബ് ചെയ്യുക, അത്രയേ ഉള്ളൂ. എന്താണ്? 1, 2, 3, 4 എക്സെട്ര, പിന്നെ -1, -2 എക്സെട്ര. ഇതാണ് എ യൂണിയൻ ബി. വേണമെങ്കിൽ നമുക്ക് എന്ത് പറയാൻ അറിയാം? വാട്ട് ഈസ് എ യൂണിയൻ ബി? ഇത് മൊത്തം എഴുതുന്നതിന് പറയാം എന്ത് പറയാം? സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സ് മൈനസ് സെറ്റ് 0 എന്ന് പറയാം. ഈസ് ദാറ്റ് ക്ലിയർ മക്കളെ? It is not just integers, it is set of all integers, set of all positive and negative integers. അങ്ങനെ പറയുന്നേക്കാളും ഭംഗി എന്താ? വർക്കിംഗ് ഇൻറ്റിജർ എന്ന് പറയാൻ പാടില്ല. സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സ് എക്സ്ക്ലൂഡിങ് 0. എക്സ്ക്ലൂഡിങ് 0 പറഞ്ഞാൽ മൈനസ് സെറ്റ് 0. A minus B. Set of all integers which are not A. Set of all elements in A which are not in B. You subtract the 0 from that. Okay. What will be A intersection B in this case? What will be A intersection B? On the guess here. In this case, what is A intersection B? It will be nonsense. Except 0. Very good. Except 0. Set of all real numbers except 0. Except 0 in your minus set 0. You are taking the difference. It will be nonsense. Okay, nonsense. Very good. Okay. Now we'll go to this question. In the question, A equals AB, B equals ABC. Is A subset of B? A subset of B ആണോ? Yes. ശരിയാണ് അല്ലേ? A is equal to AB, B is equal to ABC. Is A subset of B? Yes. Truly it is yes. What is A union B? അപ്പോൾ ഇത് yes ആണ്. Yes. അപ്പോൾ A is a subset of B. A Bയുടെ subset ആണ്. അപ്പോൾ what is A union B? What is A union B മക്കളെ? It is B. What is A intersection B? It is A. Because A is a subset of B. Right? Okay. If A and B are two sets such that A is subset of B, what is A union B? Then we will discuss it. A is subset of B. This is A. This is B angle. What is A union B? It is B. A intersection B. It is A. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അവർ ചോദിക്കണം. ഈ ചോദ്യങ്ങളൊക്കെ സാധാരണ വരുന്നതാണ്, ബോർഡിന് വരുന്നതാണ്. അത് നിങ്ങൾ ചെയ്തിട്ട് വരിക. നാളത്തേക്ക് അടുത്ത ആഴ്ചത്തേക്ക് ചെയ്തിട്ട് വരണം കേട്ടോ. A equals 1, 2, 3, 4, B is equal to 3, 4, 5, 6, C is equal to 5, 6, 7, 8, D is equal to 7, 8, 9, 10. Find A union B, find A union C, find B union C, etc. അപ്പോൾ ഇതൊക്കെ സിമ്പിളാണ്, നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇത് ഞാൻ ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് 2-3 കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇന്നത്തെ ക്ലാസ് വഴി ഇതാക്കാം. പ്രോപ്പർട്ടീസ് ഓഫ് യൂണിയൻ ആൻഡ് ഇന്റർസെക്ഷൻ. പ്രോപ്പർട്ടീസ് ഓഫ് യൂണിയൻ ആൻഡ് ഇന്റർസെക്ഷൻ. ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ എ യൂണിയൻ ബിയും എ ഇൻ്റർസെക്ഷൻ ബിയും ഈക്വലാണ്. അതേപോലെ എ യൂണിയൻ ബിയും ബി യൂണിയൻ എയും സെയിമാണ്. അതേപോലെ എ ഇൻ്റർസെക്ഷൻ ബിയും ബി ഇൻ്റർസെക്ഷൻ എയും ഈക്വലാണ്. ആരും ഒരാൾ ചോദിച്ചു എ യൂണിയൻ ബിയും എ ഇൻ്റർസെക്ഷൻ ബിയും ഈക്വലായ എയും ബിയും ഈക്വലാണ് അല്ലേ? റൈറ്റ്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ കമ്മ്യൂട്ടേറ്റിവിറ്റി വർക്ക് ചെയ്യും. കമ്മ്യൂട്ടേറ്റീവാണ്. കമ്മ്യൂട്ടേറ്റീവ്. അപ്പോൾ യൂണിയൻ ആൻഡ് ഇൻ്റർസെക്ഷൻ ഇത് ഡുവൽസാണ്. യൂണിയനിലുള്ള എല്ലാ പ്രോപ്പർട്ടിയും ഇൻ്റർസെക്ഷനിൽ വർക്ക് ചെയ്യും കേട്ടോ. അപ്പോൾ ഡുവൽസാണ്. യൂണിയൻ ഇസ് കമ്മ്യൂട്ടേറ്റീവ്, ഇൻ്റർസെക്ഷൻ ഇസ് ഓൾസോ കമ്മ്യൂട്ടേറ്റീവ്. അടുത്തെന്താ? എ യൂണിയൻ ബി ഇൻ്റർസെക്ഷൻ സിയും എ യൂണിയൻ ബി ഇൻ്റർസെക്ഷൻ സിയും എ യൂണിയൻ ബി it is A union B union സിയും A union B union സിയും ഈക്വൽ ആണ്. അതേപോലെ A intersection B intersection സിയും A intersection B intersection സിയും ഈക്വൽ ആണ്. ഇതിനെ we call it associative law. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. ഇത് വളരെ സിമ്പിളാണ്, പക്ഷേ ഇത് പഠിക്കണം. കമ്മ്യൂട്ടേറ്റിവിറ്റി വർക്ക് ചെയ്യും യൂണിയനിലും ഇൻ്റർസെക്ഷനിലും. അസോസിയേറ്റീവ് വർക്ക് ചെയ്യും യൂണിയനിലും ഇൻ്റർസെക്ഷനിലും. 3 പ്രോപ്പർട്ടികളും പഠിക്കണം. എന്താ മൂന്നാമത്തെ പ്രോപ്പർട്ടി? എ യൂണിയൻ ബി ഇൻ്റർസെക്ഷൻ സി. ഇത് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിയാണ്. യൂണിയൻ ക്യാൻ ബി ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ ഇൻ്റർസെക്ഷൻ. ഇറ്റ് ഈസ് എ യൂണിയൻ ബി ഇൻ്റർസെക്ഷൻ എ യൂണിയൻ സി. And
A intersection B union C is equal to A union B, അല്ല, A intersection B union A intersection. നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് നോക്കൂ. നമ്മൾ സാധാരണ പറയാറില്ലേ 2 into x plus y is equal to 2x plus 2y. ഇത് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിയാണ്. ഇത് മൾട്ടിപ്ലിക്കേഷൻ ആണ്, ഇത് അഡീഷൻ ആണ്. ദിസ് മൾട്ടിപ്ലിക്കേഷൻ ക്യാൻ ബി ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ അഡീഷൻ. അതേപോലെ യൂണിയൻ ക്യാൻ ബി ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ ഇൻ്റർസെക്ഷൻ. അതാണ് ഇതിൻ്റെ പ്രോപ്പർട്ടി. എ യൂണിയൻ ബി ഇൻ്റർസെക്ഷൻ എ യൂണിയൻ സി. ഇവിടെ എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ എ ഇൻ്റർസെക്ഷൻ സി. വി കോൾ ദിസ് ആസ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. അപ്പോൾ ഈ പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഇത് ഹോംവർക്കായിട്ട് നിങ്ങൾ ചെയ്തിട്ട് വരാം. വളരെ സിമ്പിളാണ്. ഇത് ഹോംവർക്കായിട്ട് ചെയ്യണം. 4ാമത്തെ ചോദ്യം എല്ലാവരും ഹോംവർക്കായിട്ട് ചെയ്യണം. പിന്നെ നിങ്ങൾ ഈ പ്രോപ്പർട്ടീസ് ഒന്ന് വായിച്ചിട്ട് വരാം. യൂണിയനിൽ കമ്മ്യൂട്ടേറ്റീവാണ്, ഇൻ്റർസെക്ഷനിൽ കമ്മ്യൂട്ടേറ്റീവാണ്, യൂണിയനിലും ഇൻ്റർസെക്ഷനിലും അസോസിയേറ്റീവാണ്. പിന്നെയോ ഡിസ്ട്രിബ്യൂട്ടീവാണ്. യൂണിയൻ ക്യാൻ ബി ഡിസ്ട്രിബ്യൂട്ട് ഓവർ ഇൻ്റർസെക്ഷൻ ആൻഡ് ഇൻ്റർസെക്ഷൻ ക്യാൻ ബി ഡിസ്ട്രിബ്യൂട്ട് ഓവർ യൂണിയൻ. ക്ലിയർ അല്ലേ മക്കളെ? ഇസ് ദാറ്റ് ഓക്കെ? റൈറ്റ്. അപ്പോൾ ദിസ് ഇസ്. പിന്നെ ഈ പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക. അവിടെ ബ്രാക്കറ്റ് ഒന്നുമില്ല. ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ബ്രാക്കറ്റ് ആദ്യം ചെയ്യണം ബോഡ് മാസ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ട്. ഇവിടെ വെറുതെ എ യൂണിയൻ ബി കണ്ടോ, എ അറിയാം ബി അറിയാം, വെറുതെ യൂണിയൻ എടുക്കാം. എ യൂണിയൻ വെറുതെ എ അറിയാം സി അറിയാം, വെറുതെ യൂണിയൻ എടുക്കാം. അപ്പോൾ ഇതൊന്നും നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് വരണം. ഈ ചോദ്യം 4ാമത്തെ ചോദ്യം ഹോംവർക്കായിട്ട് ചെയ്തിട്ട് വരാം. പിന്നെ ഈ പ്രോപ്പർട്ടീസ് ഒന്ന് പഠിച്ചിട്ട് വരാം. എന്തൊക്കെയാണ്? യൂണിയൻ ഇസ് കമ്മ്യൂട്ടേറ്റീവ്, ഇൻ്റർസെക്ഷൻ ഇസ് കമ്മ്യൂട്ടേറ്റീവ്. Union is associative, intersection is associative. Union can be distributed over intersection, intersection can be distributed over union. Okay. ഇനി കുറച്ചും കൂടി ലോസ് ഉണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് കംപ്ലീറ്റ് ചെയ്യാം. ഇൻ്റർസെക്ഷൻസ് ആണ് പിന്നെ പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്കത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. പിന്നെ നമുക്കൊരു ലോ ഉണ്ട്, ഡി മോർഗൻസ് ലോ. അത് കഴിഞ്ഞിട്ട് വെൻ ഡയഗ്രം ഉപയോഗിച്ചിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ദാറ്റ്സ് ഓൾ വിത്ത് ദ സെറ്റ്സ്. ഓക്കെ. ഐഡംപൊട്ടൻ ലോ ഉണ്ട്. ഐഡംപൊട്ടൻ ലോ എ യൂണിയൻ, അതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത്. എ ഇൻ്റർസെക്ഷൻ നൾ സെറ്റ് ഇസ് നൾ സെറ്റ് ആൻഡ് എ യൂണിയൻ നൾ സെറ്റ് ഇസ് എ. അതാണ് ഐഡംപൊട്ടൻ ലോ. ഓക്കെ, റൈറ്റ്. അപ്പം ടുഡേ വി ഷാൽ stop the class. 8:30 ആയി. വിൽ കണ്ടിന്യൂ ഇൻ ദ നെക്സ്റ്റ് മൺഡേ. അപ്പം NCERT ടെക്സ്റ്റ് ഒന്ന് വായിക്കണം, അതിലത്തെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കണം. പിന്നെ അതിലെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് വായിച്ച് നോക്കണം. വെറുതെ ആ ബ്ലൂ ബോക്സ് റിമാർക്സ് എന്നുള്ള സാധനങ്ങൾ ഓരോന്ന് എഴുതിയിട്ടുണ്ടാവും, അത് വായിച്ച് നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഐഡംപൊട്ടൻ ലോ തന്നെയാണ്, നമുക്ക് ഡിസ്കസ് ചെയ്യാം, അടുത്ത ദിവസം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. വിൽ സ്റ്റോപ്പ്. ക്ലാസ്സിലെല്ലാം സീരിയസ് ആയിട്ടിരിക്കുക. സീരിയസ് അല്ലാത്തവരെ ഞാൻ ഇവിടുന്ന് പറഞ്ഞേക്കും കേട്ടോ. ഓക്കെ, താങ്ക് യു.